നമ്മളെല്ലാവരും നോക്കിയ ഫോൺസ് യൂസ് ചെയ്തില്ലേ? ഒരു സുപ്രഭാതത്തിൽ സാധനം ഇല്ലാണ്ടായി. വേർ ഡസ് ഇറ്റ് ഗോ? കൊഡാക്ക് എല്ലാവർക്കും അറിയുന്നൊരു ബ്രാൻഡല്ലേ. കൊഡാക്ക് എവിടെ പോയി? ഫിലിം എന്നുള്ള ആ കോൺസെപ്റ്റിൻ്റെ അന്ന് ആൾക്കാർ വിട്ടു പോകില്ല എന്ന് ആ കമ്പനി വിശ്വസിച്ചിരുന്നു. ബട്ട് ഇറ്റ് വാസ് റോങ്. വി ഷുഡ് നോട്ട് ബി അഡമെൻറ്റ് ഓർ റെസ്ട്രിക്റ്റീവ് ഓർ ഫ്രിക്ഷൻ ഉണ്ടാകാൻ പാടുള്ള ഒരു ടെക്നോളജി വരുന്ന സമയത്ത് വി ഷുഡ് അഡാപ്റ്റ് ആൻഡ് വി ഷുഡ് അഡാപ്റ്റ് വെരി ക്വിക്ലി സോ ദാറ്റ് വി ക്യാൻ മാച്ച് ഇറ്റ് അപ്പ് വിത്ത് ദാറ്റ്. നമുക്ക് ക്ലയൻസ് ഓൾ ഓവർ വേൾഡ് ഉണ്ട്. US UK ആണ് നമ്മുടെ മെയിൻ ക്ലയൻസ് ഉള്ളത്. എന്തെങ്കിലും ചാലഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വല്ല ബിസിനസ് ഓണേഴ്സ് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറ്റിയ സൊല്യൂഷൻസ് ലൈക്ക് AI ML ബേസ്ഡ് ഓർ ഡാറ്റ എഞ്ചിനീയറിംഗ് ബേസ്ഡ് സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Super AI is more capable than a human, but both general AI and super AI are hypothetical. ഹ്യൂമൻ റീപ്ലേസ്മെൻറ്റ് നടക്കും, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് റീപ്ലേസ് ആവുമല്ലോ ചെയ്യുക. സ്കിൽഡ് ലേബേഴ്സ്, അതായത് സ്കില്ലായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നൊരു ജോലി വരും. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വിൽ മൂവ് ഔട്ട്. ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ദ ടെക്നോളജി കമ്പനീസ് ലൈക്ക് അസ് വിൽ ടേക്ക് ഇറ്റ് ഓവർ. നോ, ഇറ്റ് വിൽ നെവർ. ഇത് ഒരിക്കലും നടക്കില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ട്രാക്ടർ വന്ന സമയത്ത് ബുള്ളറ്റ് കാർട്ട്സ്, കാളവണ്ടി കൊണ്ട് ഉഴുതു മറിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് ഈ ഫാമേഴ്സിൻ്റെ ജോലി പോകുന്നു. ഏതെങ്കിലും ഒരു ഫാമറിൻ്റെ ജോലി പോയിട്ടുണ്ടോ? ഓക്കെ. ആൻഡ് ദ ഓൺലി വൺ പീസ് വിച്ച് ലോസ്റ്റ് ദ ജോബ് ഇസ് ദാറ്റ് ബുൾ. പക്ഷേ നമ്മളെല്ലാം റീൽസ് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ റീൽസ് ലൈക്കും ചെയ്യുന്നുണ്ട്. എന്തിനാ ലൈക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി റിയലി ഡോണ്ട് നോ. വി സ്ക്രോൾ ഇറ്റ്, വി ലൈക്ക് ഇറ്റ്, വി സ്ക്രോൾ ഇറ്റ്, വി ലൈക്ക് ഇറ്റ്, റൈറ്റ്? സോ സംതിങ് ഇസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻ. ഇറ്റ് ഇസ് എ ബിഹേവിയറൽ പാറ്റേൺ. ബിഹൈൻഡ് ദ ബ്രാൻഡിൽ ഇന്ന് നമ്മളോടൊപ്പം Irastrive ടെക്നോളജീസ് ഫൗണ്ടർ ആൻഡ് CEO മിസ്റ്റർ ഷിബു KTയും ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് മിസ് മിതിയും ജോയിൻ ചെയ്യുകയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഈ Irastrive ടെക്നോളജി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ വ്യൂവേഴ്സിനായിക്കോട്ടെ ഒരു കോമൺ ജനറൽ പബ്ലിക്കിലേക്ക് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമോ? എന്താണ് Irastrive? ഈസ് ഇറ്റ് ഒരു നോർമൽ ഒരു IT കമ്പനിയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഫംഗ്ഷനിങ് എല്ലാം? ഓക്കെ, സോ Irastrive ആസ് എ കമ്പനി നോർമൽ IT കമ്പനി തന്നെ പറയാം. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ തിങ്, ബട്ട് ദ വേ വി ഓപ്പറേറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. സോ അത് പറയുമ്പോൾ ലൈക്ക് സിൻസ് ഇറ്റ്സ് എൻ IT കമ്പനി പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ്, അല്ലെങ്കിൽ ആൾക്കാർ ചിന്തിക്കും ഓക്കെ ഒരു വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓക്കെ, ബട്ട് വി നെവർ ഡു ദാറ്റ്. നമ്മൾ നോക്കുന്നത് നാളത്തെ ടെക്നോളജി എന്താണ്, വാട്ട് ഇസ് ദേ ഫോർ ടുമോറോ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് പീപ്പിൾ ആർ ലിറ്റ്ലി സ്ട്രഗ്ലിംഗ് ടു കോപ്പ് അപ്പ് വിത്ത് ദിസ് കറണ്ട് വേൾഡ്. ഇപ്പോൾ അതൊരു ന്യൂ എറ, ഒരു AI എറ എന്ന് പറയുമ്പോൾ ബസ് വേർഡാണ് AI എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആൾക്കാരെ ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര ബസ് വേർഡാണ്, ബട്ട് വി ടെൽ ദ റിയാലിറ്റി ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പം ആകെ കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളത് ഇറ്റ് വിൽ ബി AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ്, ആൻഡ് ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് ആൻഡ് ഡാറ്റ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞതൊക്കെ നിങ്ങളുടെ വേർഡ്സും കാര്യങ്ങളും ആണല്ലോ. ഓക്കെ, അതിനെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിലിംഗിലായിട്ട് ഒന്ന് പറഞ്ഞു ഓക്കെ. തരുമോ? സോ ഇത് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓർ ദ അതർ വേ ഇറ്റ് ഇസ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഇറ്റ് ഹാസ് ആൻ ഇൻ്റലിജൻസ്, റൈറ്റ്? പക്ഷെ അതിന് ട്രസ്റ്റ് ഇല്ല. ഓക്കെ, നമ്മളൊരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധനത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ChatGPT ഒരു സാധനം ചോദിക്കുകയാണെങ്കിൽ അത് പറയുന്ന റിപ്ലൈ ഒരിക്കലും കറക്റ്റ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ഹാലുസിനേറ്റ്, അല്ലേ? അപ്പോൾ ഈ ട്രസ്റ്റ് വരേണ്ടത് ഡേറ്റേൻ്റെ അകത്താണ്. ഓക്കെ, ഈ ഡേറ്റ സോൺ ഇസ് ബേസിക്കലി ബ്ലോക്ക് ചെയിൻ. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാധനം ഇസ് എ ട്രസ്റ്റഡ് ഡേറ്റ. ഓക്കെ, അതായത് ബ്ലോക്ക് ചെയിൻ ഇപ്പോൾ ഞാനൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കിയാലും അത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് ഒരിക്കലും എൻട്രി വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ആയിരിക്കും ഉണ്ടാക്കിയ ആൾക്ക് പോലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ടെക്നോളജി അങ്ങനെയാണ്. സോ ഇറ്റ്സ് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൊണ്ടുള്ള കോമ്പിനേഷൻ ആകുന്ന സമയത്ത് ബ്ലോക്ക് ചെയിൻ ഇസ് ഗിവിംഗ് യു ട്രസ്റ്റ് ബട്ട് ഇറ്റ് ഡസൻറ്റ് ഹാവ് ഇൻ്റലിജൻസ്, ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാവിംഗ് ഇൻ്റലിജൻസ് ബട്ട് ഇറ്റ്സ് ഡോണ്ട് ഹാവ് ട്രസ്റ്റ്. സോ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മാജിക് ഇസ് ഗോയിങ് ടു ക്രിയേറ്റ് വൺസ് വി merge it together. So ഇതുകൊണ്ടാണ് ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ബട്ട് വെദർ ഇറ്റ് ഇസ് നീഡഡ് ഫോർ എവ്രി വൺ, നോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യൂസ് കേസസ്. ഓക്കെ, ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് സൈഡ് ഇസ് ബേസിക്കലി ഡേറ്റ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, മോസ്റ്റ്ലി ടെക്നിക്കലി ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്താ പറയാനുള്ള കാരണം. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഡേറ്റ പല രീതിയിലാവാം. ഓക്കെ, നമ്മൾ ചുറ്റുപാട് നോക്കുന്ന സമയത്ത് കുറേ ഒരു ഹോട്ടലിൽ പോകണമെന്ന് വെച്ചോ, മെനു കാർഡ്സ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് എ ഡേറ്റ, അല്ലെ? അവിടെയുള്ള ഓരോ മെനു കാർഡും അതിൻ്റെ റേറ്റും ഒരു ഡേറ്റയാണ്. അത് പേപ്പറിൻ്റെ അകത്തുള്ള ഡേറ്റ ഉണ്ടാവും, അൺസ്ട്രക്ചേർഡ് ആയിരിക്കാം നമുക്കത്. അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽസിനകത്ത് കുറേ ഡേറ്റ ഉണ്ടാവും, നമ്മുടെ സോഫ്റ്റ്വെയർസിനകത്ത് കുറേ ഡേറ്റാസ് ഉണ്ടാവും. ഓക്കെ, ഈ ഡേറ്റാസിനൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ്സ് എ ബെറ്റർ വൺ ടു ഇംപ്രൂവ് എ ബിസിനസ്. അത് ഡേറ്റ ക്യാൻ സ്പീക്ക് എ ലോട്ട്. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ ആണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകാന്ന് വെച്ചു. ഓക്കെ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവർ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട് വൺ ഓർ ദ അതർ വേ. അത് അവർ മൊബൈൽ നമ്പർ ചോദിക്കും, ലോയൽറ്റി പോയിന്റ്സ് ആണെങ്കിൽ മൊബൈൽ നമ്പർ ചോദിക്കും. ഓക്കെ, ആൻഡ് ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അവരടുത്ത ഓഫർ വരുന്ന സമയത്ത് ഐദർ ദേ ആർ ഗോയിങ് ടു കോൺടാക്ട് യു ഓർ
എങ്ങനെയെങ്കിലായിട്ട് അവരെ പ്രൊമോഷൻ ചെയ്യും. ഉം. ഓക്കെ, സോ ഡേറ്റ കളക്ഷൻ ഇസ് ആക്ച്വലി ഹാപ്പനിങ്. ബട്ട് അവർ എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഉം. ഇല്ലെങ്കിൽ ഈ കസ്റ്റമർ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്മിത ഒരു സ്ഥലത്ത് പോകണമെന്ന് വെച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകണം, കണ്ടിന്യൂസ്ലി അവർ 5 മാസം അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട്, ഒരു ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് അവരവിടെ വന്നിട്ടില്ല എങ്കിൽ ദേ കൻ ഐഡിയലി കോൾ ദം, ചോദിക്കാം. ഓക്കെ, ഒരു പേഴ്സണലൈസ് ചെയ്യാനാ. ഓക്കെ മാം ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്ഥലത്തില്ലേ, ഇസ് ദർ എനിത്തിങ്, റൈറ്റ്? ആ പേഴ്സണൽ ടച്ച് വരുന്ന സമയത്ത് കസ്റ്റമർ ഇസ് ഗോയിങ് ടു ഇന്ററാക്ട് ടുഗെദർ, റിലേഷൻഷിപ്പ് ബിൽഡ് ഡൗൺ, എക്സാക്ട്ലി. ആൻഡ് ദേ കൻ അഗൈൻ കം ബാക്ക്. സർവീസിൽ അത് ഓക്കെ, ശരിക്കും ആഡ് ഓൺ ചെയ്യും. സോ ഈ ഡേറ്റ ക്യാൻ സ്പീക്ക് എ ലോട്ട് എന്ന് പറയുന്നതുകൊണ്ടാണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു, അപ്പോൾ എ ഐക്ക് പ്രത്യേകിച്ച് ഒരു മാജിക് ഒന്നും ചെയ്യാനില്ല. ഇഫ് ദ ഡേറ്റ ഇസ് ഗുഡ്, ദെൻ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലിറ്ററലി ഗുഡ് മാജിക് ദർ. ഓക്കെ, ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഒരിക്കലും ഒരു കമ്പനിയിൽ, ഒരു എൻ്റർപ്രൈസ് കമ്പനിയിലെ ഡേറ്റ ഒരിക്കലും നല്ലതായിരിക്കില്ല, അൺഫോർച്ചുനേറ്റ്ലി. അതിന് റീസൺ വെച്ചാൽ നമ്മളൊരു ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ ടാലി. ഓക്കെ, ഒരുവിധം കമ്പനീസൊക്കെ എക്സൽ യൂസ് ചെയ്യും. ഓക്കെ, അത് എക്സൽ സിമ്പിൾ ആയതുകൊണ്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് അഡാപ്റ്റഡ് ആണ്. ഇത് കഴിഞ്ഞ് ഒരു അക്കൗണ്ട്സിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ ടാലി യൂസ് ചെയ്യും. പക്ഷേ ടാലി യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ, ടാലി യൂസ് ചെയ്യേണ്ടതുപോലെ യൂസ് ചെയ്താൽ മാത്രമേ ഡാറ്റ പ്രോപ്പർ ആവുള്ളൂ. ഓക്കെ, അത് പഠിച്ച ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് പഠിക്കാണ്ട് ഒരാൾ പോയി ടാലിൻ്റെ അകത്തൊരു ഡേറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സ് ഇസ് ഗോയിങ് ടു ബി വേഴ്സ്റ്റ് തിങ്. അവർക്ക് ട്രയൽ ബാലൻസ് ഒക്കെ ഉണ്ടാവും, ബാലൻസ് ഒക്കെ പ്രോപ്പർ ആയിരിക്കും, പക്ഷേ ഫീഡ് ചെയ്ത ഡേറ്റ ഇസ് നോട്ട് ഗോയിങ് ടു, അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡേറ്റ ആയിരിക്കും. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ സ്ട്രക്ചേർഡ് കൈൻഡ് ഓഫ് എ തിങ്. ഇത് ഇങ്ങനെ അൺസ്ട്രക്ചർഡ് ആയിട്ട് കിടക്കുന്ന ഡേറ്റന ത്രൂ ഡേറ്റ എഞ്ചിനീയറിംഗ്, ലൈക്ക് ത്രൂ മെത്തഡോളജീസ്, ലൈക്ക് വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് സ്ട്രക്ചേർഡ് ആൻഡ് യൂസ് ദാറ്റ് ഡേറ്റ ഫോർ ദ മെഷീൻ ലേണിംഗ്. ഓക്കെ, സോ ഇതിനെ കണക്ടിവിറ്റി പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡേറ്റ ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഇവിടെയും കിടക്കുന്ന ഡേറ്റനൊക്കെ കംപ്ലീറ്റ് എടുത്ത് ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ആക്കുന്നു, അതിനെ ക്ലീൻ ചെയ്യുന്നു, ക്ലീൻ അപ്പ്, മസാജിങ്, ഹാർമോണൈസിങ്, നോർമലൈസിങ് എന്നൊക്കെ പറയുന്നത്. സോ വി ഡു എവറിത്തിങ്. ആഫ്റ്റർ ദാറ്റ് ആ ഡേറ്റനെ വെച്ചൊരു മെഷീനെ ലേൺ ചെയ്യിക്കുന്നു, ബിക്കോസ് ഹിസ്റ്ററി വിൽ റിപ്പീറ്റ് എന്നല്ല പറയാം നമ്മൾ. അതായത് ഒരു കഴിഞ്ഞ വർഷം ആ ഡേറ്റേൻ്റെ അകത്ത് ഉള്ളൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ഈ വർഷവും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അതാ എല്ലാ പ്രഡിക്ഷൻസ് അങ്ങനെ. ഇപ്പം ഈ വെതർ പ്രഡിക്ഷൻ ചെയ്യുന്നത് ലൈക്ക് ഇറ്റ്സ് എ സെയിം തിങ്, റൈറ്റ്? കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഡേറ്റേൻ്റെ അകത്ത് ഈ സമയത്ത് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ദിസ് ടൈം ഓൾസോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, സെയിം തിങ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷത്തെ ഡേറ്റേൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ വെച്ച് മെഷീൻ ലേൺ ചെയ്യാം, ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദറ്റ് എ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. മോഡൽ മീൻസ് എ മെഷീൻ ലേണിംഗ് മോഡൽ, ആൻഡ് ദാറ്റ് ബി യൂസ്ഡ് ആസ് എൻ AI എൻജിൻ. ആ ഡേറ്റനെ ബ്ലോക്ക് ചെയിൻ വെച്ച് സെക്യൂർ ചെയ്യാം, സോ ദാറ്റ് ഇറ്റ്സ് എ ട്രസ്റ്റഡ് കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ. Okay, so this will be the entire thing. Detail I will discuss more, like I know that it's more of technical, but we'll go in detail like later on. അപ്പോൾ ഇതാണ് Irastrive ടെക്നോളജി Yes. അല്ലേ? ഇങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. യെസ്, ഓവർ ടു വൈസ് പ്രസിഡന്റിലേക്ക് എത്തട്ടെ. സ്മിത, കമ്പനിയുടെ ഈ Irastrive ആക്ച്വലി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഇപ്പോൾ 2 years ആയി. ഓക്കെ, നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. പിന്നെ അതല്ലാണ്ട് നമുക്ക് നോയിഡയിൽ, കേരളത്തിൽ, US-ലൊക്കെ ഓഫീസസ് ഉണ്ട്, ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ക്ലയൻസ് ഓൾ ഓവർ വേൾഡ് ഉണ്ട്. US UK ആണ് നമ്മുടെ മെയിൻ ക്ലയൻസ് ഉള്ളത്. പിന്നെ നമുക്ക് ഇന്ത്യൻ ബേസ്ഡ് ക്ലയൻസും ഉണ്ട്. Irastrive നമ്മൾ പ്ലാറ്റ്ഫോം ബേസ്ഡ് പ്രോജക്ട്സ് ആസ് വെൽ സർവീസ് ബേസ്ഡ് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ അല്ലാതെ കോ ബിൽഡ് ചെയ്ത് ബിസിനസ് ഓണേഴ്സ്, ഡിഫറെൻറ്റ് ബിസിനസ് ഓണേഴ്സ് ആയിട്ട് കോ ബിൽഡ് ചെയ്ത് ചെയ്യുന്ന പ്രൊജക്ട്സും ഉണ്ട്. അങ്ങനെയുണ്ട്. ഓക്കെ, അവരുടെ പെയിൻ ഏരിയാസ്, ചാലഞ്ചിങ് ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അതിന് നമ്മൾ ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ Irastrive പ്രൊഡക്റ്റ് ബേസ്ഡ് സൊല്യൂഷൻസ് ആസ് വെൽ സർവീസ് ബേസ്ഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മൾ കോ ബിൽഡ് ചെയ്യുന്ന പ്രൊജക്ട്സും ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ എന്തെങ്കിലും ബിസിനസ് പെയിൻ ഏരിയാസ് അല്ലെങ്കിൽ ഗ്യാപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വല്ല ബിസിനസ് ഓണേഴ്സ് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറ്റിയ സൊല്യൂഷൻസ് ലൈക്ക് AI ML ബേസ്ഡ് ഓർ ഡാറ്റ എഞ്ചിനീയറിംഗ് ബേസ്ഡ് സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഓൺട്രപ്രനർക്ക് അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ചാലഞ്ച് വന്നു, എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾ അവരുടെ അപ്പത്തെ ആ പ്രോബ്ലത്തിന് എന്താന്ന് മനസ്സിലാക്കി അതിനുള്ളൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഓക്കെ. അങ്ങനെ നമുക്ക് ലോങ് ടേം പ്രൊജക്ട്സ് ആസ് വെൽ as ഷോർട്ട് ടേം പ്രൊജക്ട്സ് ഉണ്ട്. ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വി ഹാവ് ക്ലയൻസ് ഫ്രം US UK, ഇന്ത്യൻ ബേസ്ഡ് ക്ലയൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിലവിൽ നിങ്ങളുടെ ക്ലയൻസ് ആരൊക്കെയാന്ന് റിവീൽ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? അത് നമുക്ക് ആക്ച്വലി അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആണ്. പക്ഷേ നമുക്ക് ഫിനാൻസ് ഡൊമൈൻ, റിയൽ എസ്റ്റേറ്റ് ഡൊമൈൻ, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ, അങ്ങനെ പല അങ്ങനെ സെക്ടേഴ്സ് അറിഞ്ഞാൽ മതി. ഏതൊക്കെ സെക്ടേഴ്സിലാണ് Irastrive ഹെൽപ്പ് ചെയ്യണമെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ മെയിൻലി നമ്മൾ ഇപ്പൊ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കാണ് കൂടുതലായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ. അതല്ലാതെ ഹെൽത്ത് കെയർ, ഫിൻടെക് ഡൊമൈൻ, ഓക്കെ, പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം,
ഓ, ഫുഡ് അങ്ങനെ ഇൻഡസ്ട്രി. പലതരത്തിലുള്ള മേഖലകളിൽ നിങ്ങൾ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടുണ്ട്. അതിനൊന്നും കൂടി ഒന്ന് ജനറലൈസ് ചെയ്ത് ഒന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയാണ് നിങ്ങളിപ്പോൾ നമുക്ക് എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ മാഡം പറഞ്ഞു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഐറാസ്റ്റൈവ് ഹെൽപ്പ് ചെയ്യണമെന്ന്. അതെങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണത്? സോ ഈ കോബിൽഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. സോ ബേസിക്കലി ഇത് ഒരു ഓണറിനെ ഹെൽപ്പ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഫോർ എക്സാമ്പിൾ ചെറിയൊരു കമ്പനിയാണെന്ന് വെച്ചോ. ഓക്കെ. ഓക്കെ. അപ്പോൾ അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ദേ സേ ദാറ്റ് ഓക്കെ ഫൈൻ, നമ്മൾ ഒരുപാട് ടൈമിൻ്റെ അത് സ്പെൻഡ് ചെയ്യണം. ഓക്കെ. സോ വി പ്രൊപ്പോസ് എ സൊല്യൂഷൻ ടു ദം. ഓക്കെ. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ആ ഒരു ഇക്കോ സിസ്റ്റം, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം ഉം. ഒരുവിധ എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനിക്കും സിമിലർ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടാവും. എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ആയിരിക്കും? സേ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓട്ടോ കാഡ് എന്ന് പറയുന്ന സാധനത്തിൽ ഇവർ മിക്കവാറും ഡ്രോയിങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതെ. ഓക്കെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി. ആ. ഓക്കെ. ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ അകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരിപ്പം ഫയറിൻ്റെ ഡയഗ്രാം കംപ്ലീറ്റ് വരക്കുന്നു. ഉം. ഓക്കെ. ഇതന്നെ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് അവർക്ക്. ഓക്കെ. ഒരു 10-15 ദിവസത്തിൽ ഫയറിൻ്റെ കംപ്ലീറ്റ് ഡയഗ്രാം വരക്കുന്നു. ഉം. അതിൻ്റെ ക്യൂ സി ചെയ്യുന്നു, QA ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് കംപ്ലീറ്റ് അവർ ലിസ്റ്റ് ഡൗൺ ചെയ്യണം. ഉം. അത് BOQ BOM എന്നൊക്കെ പറയുന്ന ബിൽ ഓഫ് മെറ്റീരിയൽസ് ഇത് പർച്ചേസ് ചെയ്യണമല്ലോ. ഉം. അപ്പോൾ ഇത് എത്ര ലെങ്ത്ത് പൈപ്പ് വേണം, അല്ലെ ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഡിസൈൻസ്, ഇതൊക്കെ കഴിഞ്ഞ് അപ്രൂവൽ പ്രോസസ്സിലേക്ക് പോകും. അത് അവന് ഫയർ ആൻഡ് സേഫ്റ്റി അപ്രൂവൽ ഒക്കെ എടുക്കണം. ഉം. ഓക്കെ. ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്, റിപ്പീറ്റഡ് പ്രോസസ്സാണ്. ഈ അതെ. ചെയ്യുന്ന ആൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അതിന് പകരം ഏജൻസിന് ഉണ്ടാക്കുക. സോ ഏജൻറ്റ് ഇസ് ബേസിക്കലി കമ്പ്യൂട്ടർ ഏജൻറ്റ്. ഓക്കെ. ഓ. അപ്പോൾ ഒരു ഹ്യൂമൻ എങ്ങനെയാണോ അത് ചെയ്യുക, ഓക്കെ. അതേപോലെ തന്നെ നമ്മളൊരു ബിൽഡ് ചെയ്യുന്ന ഒരു ഏജൻറ്റ് വർക്ക് ചെയ്യും. ഓക്കെ. ഓക്കെ. സോ സിമ്പിൾ ഇസ് ബേസിക്കലി അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവർക്കിപ്പം ഇതൊരു ഫേമാണ് ചെയ്യുക. ഉം. ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ കൺസൾട്ടിങ് ഫേംസ് ആയിരിക്കും നോർമൽ കേസിൽ ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഓക്കെ. സോ അവർക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കൊടുക്കുന്നുണ്ടാവുക അവിടുത്തെ ഫ്ലോർ പ്ലാൻ ആയിരിക്കും. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ പ്ലാൻ അല്ലെങ്കിൽ സീലിംഗ് പ്ലാൻ ആയിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക. ഉം. സോ വാട്ട് വി ടെൽ ദം ഇസ്, നിങ്ങൾ തരുന്ന അതേ ഫ്ലോർ പ്ലാൻ ഫീഡ് ഇൻ ടു അവർ സിസ്റ്റം. ഓക്കെ. അപ്പോൾ ആ സിസ്റ്റം തന്നെ ഈ കംപ്ലീറ്റ് ഡ്രോയിങ് വരക്കും. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഒരു നിയമം ഉണ്ടാവും. ഓക്കെ. ആ നിയമത്തിന് ഇവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫ്ലോർ ഡയഗ്രാം വെച്ചിട്ട് അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി കംപ്ലീറ്റ് വി വിൽ ഡിസൈൻ ഇറ്റ് ത്രൂ ദ ഓക്കെ. സിസ്റ്റം. ഓക്കെ. അതിൻ്റെ അകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതൊരു 200 സ്ക്വയർ ഫീറ്റ് റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ കിച്ചൻ്റെ അകത്ത് ഇപ്പോൾ സ്മോക്ക് ഡീറ്റെയിൽസ് വെക്കാൻ പറ്റില്ല. ഉം. സിസ്റ്റം നോസ് ദാറ്റ് കിച്ചൻ്റെ അകത്ത് വെച്ചാൽ എന്തായാലും പുകയുണ്ടാവും, ഉം. സ്മോക്ക് ഉണ്ടാവും. സോ ഇറ്റ് കൻ അലാം. അപ്പോൾ അവിടെ വേറെ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുക, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എവിടെയൊക്കെ വെക്കണം, ഉം. എങ്ങനെ നമുക്കിത് വെച്ചാൽ വൃത്തിയോടില്ലാത്ത രീതിയിൽ ഇൻറ്റീരിയേഴ്സിനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ ബി ഡിസൈൻഡ്. അത് വെച്ച് എത്ര മെറ്റീരിയൽസ് വേണം, സെയിം പൈപ്പിൻ്റെ ഇത്ര ലെങ്ത് വേണം, ഇന്ന എക്യുപ്മെൻറ്റ്സ് വേണം, ഇത്ര ഫയർ ഉം. എക്സ്റ്റിംഗ്വിഷേഴ്സ് വേണം, ഓക്കെ, ഓക്കെ. ഇത്ര സ്വിച്ചസ് വേണം. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ഗിവ് യു ദ എൻറ്റയർ ലിസ്റ്റ് ഉം. ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ടെൽ ദാറ്റ് ഓക്കെ ദിസ് മച്ച് ഓഫ് കോസ്റ്റ് ഇസ് ദെയർ. ഓക്കെ. ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് വേറൊരു പ്രോബ്ലം കൂടി ഉണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു കമ്പനി ആയിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക, പ്രൊജക്റ്റ് നടക്കുന്നുണ്ട് ചിലപ്പോൾ ചെന്നൈയിലായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള സപ്ലയറെ വെച്ചിട്ട് അവർക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് ഇസ് ഗോയിങ് ടു ബി മോർ. അപ്പോൾ സിസ്റ്റം വിൽ റെക്കമെൻഡ് ദാറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബ്രാൻഡ് ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏരിയൻ്റെ അകത്ത് ഏറ്റവും അടുത്ത് കിട്ടുന്ന സപ്ലയർ ആരാണ്. സോ ഇറ്റ് വിൽ കണക്ട് ടു ദാറ്റ് സപ്ലയർ ഡയറക്ട്ലി. സോ ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, സപ്ലൈ ചെയിൻ, എവറിത്തിങ് വിൽ ബി മാനേജ്ഡ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ. ഉം. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു കമ്പനിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്ന സമയത്ത് അറിയാലോ കുറച്ചൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാം. ഉം. ഓക്കെ. സോ പക്ഷേ ഇത് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഓൾമോസ്റ്റ് എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനിക്കും സിമിലർ ആണ്. ഇതെല്ലാവരുടെയും നടക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. സോ വാട്ട് വി ഡു ഇസ് ബേസിക്കലി ഇപ്പോൾ ഒരു എക്സ് എമൗണ്ട് ഓഫ് കൊട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ വാട്ട് വി ടെൽ ദം ഇസ് ലൈക്ക് ഇഫ് വി ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് സെയിലബിൾ ടു അതർ കസ്റ്റമേഴ്സ്, ഓക്കെ, വി ടേക്ക് 50% ഓഫ് ദ കോസ്റ്റിംഗ് ആൻഡ് ലെറ്റ് ദാറ്റ് കസ്റ്റമർ ഓൾസോ ടേക്ക് 50% ഓഫ് ദ കോസ്റ്റിംഗ്. വി ഗെറ്റ് ഇൻ ടു എ കോ ബിൽഡിംഗ് എഗ്രിമെൻറ്റ്. ഉം. അപ്പോൾ നിങ്ങളത് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം വി ഓൾസോ ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് പ്രൊജക്റ്റ് ബിക്കോസ് വി ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് വി കൻ സെൽ ദാറ്റ് പ്രൊഡക്റ്റ്. ഓ. ഓക്കെ. സോ ഓക്കെ. വാട്ട് വിൽ ഹാപ്പൻ ഇസ് ലൈക്ക് കോബിൽഡ് ചെയ്തിട്ട് അപ്പം നമുക്ക് ഇത് കോബിൽഡ് എന്തുകൊണ്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് ദാറ്റ്. നമുക്കിപ്പം AI എന്ന് പറയുന്ന ടെക്നോളജി നമുക്കറിയാം, ഉം. ഇല്ലെങ്കിൽ IT എന്ന് പറയുന്ന ടെക്നോളജി നമുക്കറിയാം, ബട്ട് വി ഡു നോട്ട് നോ ഹൗ ഫയർ സിസ്റ്റം വർക്ക്സ്. ഓക്കെ. ആ ഒരു ഡൊമൈൻ നോളജ് നമുക്കുണ്ടല്ലോ ബിക്കോസ് വി ആർ ഓൺലി ഇൻ ടു ലൈക്ക് IT സെക്ടേഴ്സ്, ഉം. റൈറ്റ്? അപ്പോൾ നമ്മൾ നിങ്ങളെടുക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യുക യു ടീച്ചസ് ദാറ്റ് ഡൊമൈൻ. ഓക്കെ. വി വിൽ ബിൽഡ് ഇറ്റ് ഫോർ യു. യാ വി വിൽ ഡു ഓക്കെ. ഇറ്റ് ഫോർ യു എന്നുള്ളൊരു ഡു ഇത്. ഇറ്റ് ഫോർ യു. പക്ഷെ ഒരു കാര്യം ഞാൻ അതിനിടയിൽ ചോദിച്ചോട്ടെ സാർ, ഇപ്പൊ നിങ്ങളുടെ കമ്പനി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ കൺസ്ട്രക്ഷൻ സൈഡിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ്. അപ്പൊ ഇപ്പൊ ആക്ച്വലി ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനീസിന് നിങ്ങളുടെ ഈ ഒരു ഡൊമെയിൻ ഏരിയ ഹാൻഡിൽ ചെയ്യുന്ന പോലത്തെ ഒരു സിസ്റ്റം അവർക്ക് ഓൾറെഡി ഉണ്ടാവില്ലേ? അറ്റ് ദിസ് മൊമെന്റ് നോ. ആണോ? യെസ്. സോ അവരെപ്പോഴും നിങ്ങളെപ്പോലത്തെ ഔട്ട്സോഴ്സ് എടുത്തിട്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണുന്നത്? കറക്റ്റ്. കൺസ്ട്രക്ഷൻ കമ്പനി വെച്ചാൽ ഭയങ്കര ഒരു അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഏതൊരു ബിൽഡേഴ്സ് അടുത്ത് പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ബിൽഡർ ചെയ്യുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലെയാണ് ഉണ്ടാവുക നോർമലി. ഓക്കെ. അവർ റിയൽ എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള ആൾക്കാർ ബിൽഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം പെയിന്റിങ് കോൺട്രാക്ടേഴ്സ് ഒരു സെപ്പറേറ്റ് സബ് കോൺട്രാക്ട് ആയിരിക്കും, Yeah. ഫയർ ചെയ്യുന്ന വേറെ ആൾക്കാരായിരിക്കും, അതെ. ഓക്കെ, ടൈലിംഗ് വേറെ കോൺട്രാക്ടേഴ്സ് ആയിരിക്കും. അതെ. ആൻഡ് വി ജസ്റ്റ് കോർഡിനേറ്റ് ദം.
ഓക്കെ. ഈ ഈ ഓക്കെ. ഒരു കമ്പനീസിൽ നിന്ന് മിക്കവാറും ഇത് കോർഡിനേഷൻ ഉണ്ടാവാം. ഓ. അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് ഇസ് വെരി ഹ്യൂജ്. ഇപ്പം MNC പോലത്തെ കമ്പനികളല്ലാത്ത എല്ലാ കമ്പനികൾക്കും ഒരു സാധാരണഗതിയിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ഗോയിങ് ടു ബി ലൈക്ക് ഇൻ ദിസ് ഫോം ഓൺലി, റൈറ്റ്? ഓ. അപ്പോൾ അവിടെ ഇവർക്ക് എപ്പോഴും ഈ പ്രോബ്ലംസ് ഉണ്ടാവും. ഉം. ഓക്കെ. ഇപ്പം റെസിഡൻഷ്യൽ യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഇവിടുത്തെ റേറ അതുപോലത്തെ ഓർഗനൈസേഷൻസ് ഒക്കെ ലൈക്ക് വെരി സ്ട്രിക്ട് റൂൾ ഇസ് ദർ. നമുക്ക് ഡേറ്റ് പറഞ്ഞാൽ ഡേറ്റിൽ ഹാൻഡ് ഓവർ ഇല്ലെങ്കിൽ കമ്പനി ഈസ് ലയബിൾ ടു പേ ഐദർ റെൻ്റ് ആയിട്ട് അതെ. അല്ലെങ്കിൽ കോമ്പൻസേഷൻ ചെയ്യണം. അതെ. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ഡിലേ വന്നാൽ പോലും ഉം. അത് ഒരു ഒരു മൾട്ടിപ്പിൾ എഫക്റ്റ് ഉണ്ടാവും അവരുടെ പ്രൊജക്ട് ഡെലിവറിൻ്റെ തന്നെ. ഓ. ഓക്കെ. കാരണം ഈ സ്റ്റാഫിങ്ങിനൊക്കെ അവർ വെറുതെ പോവാണ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വരും. അതെ. സോ വി ക്യാൻ ഐഡിയലി ഇൻക്രീസ് ദർ ROI വിത്ത് ദാറ്റ്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ റെസിഡൻഷ്യൽ യൂണിറ്റിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? Yes, yes. ഓ. So we have a very huge client in Pune. ഹാ. Because of NDA agreements and I cannot disclose the name because the project is ഓക്കെ, big, ഫൈൻ. right? യാ. So അവർ പറഞ്ഞത് ഞാനൊരു MIT എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ടെക് ടോക്ക് ഉണ്ടായിരുന്നു ആ. ഇൻ നോയിഡ. ഓക്കെ. സോ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇയാളെ പരിചയപ്പെടുന്നത്. ഉം. അപ്പോൾ നമ്മൾ പിന്നെ AI എന്ന് പറയുന്ന സമയത്ത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഹി ജസ്റ്റ് കെയിം ടു മീ ആൻഡ് ആസ്ക്, റൈറ്റ്, ഐ എം ഇൻ കൺസ്ട്രക്ഷൻ, ഐ എം ഇൻ ടു ലൈക്ക് ഫയർ ആൻഡ് സേഫ്റ്റി. ഉം. അയാൾ പറഞ്ഞത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ഉം. എൻ്റെ സ്റ്റാഫ് എപ്പോഴും സ്ഥിരമായിട്ട് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉം. ഓക്കെ. അത് ചെയ്യുന്നത് മാത്രമല്ല, ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ എറേഴ്സ് എപ്പോഴും ഉണ്ടാവും. കാരണം ഇതിങ്ങനെ വിരൽ വെച്ച് അതെ. എണ്ണി എടുക്കുന്ന സമയത്ത് ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവും. വരും. അതിൻ്റെ മുകളിൽ പിന്നെ ഇപ്പം ഒരു ലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും അതിന് ശേഷം വരുന്ന സെക്കൻഡ് പർച്ചേസസ് ലൈക്ക് വെരി കോസ്റ്റ്ലി അഗൈൻ, ആ. റൈറ്റ്? അപ്പോൾ അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ പോകുന്നു, പ്രൊജക്റ്റ് ഡിലേ വരുന്നു. വാട്ട് യു ക്യാൻ ഡു, ഉം. റൈറ്റ്? അപ്പോൾ അവർക്ക് കൊടുത്തൊരു സൊല്യൂഷനാണിത്. ഉം. ഓക്കെ. യു ക്യാൻ സിറ്റ് വിത്ത് മീ ഫോർ 1 week, ടെൽ മീ ലൈക്ക് വാട്ട് ഇറ്റ് ഇസ്, ഓക്കെ. റൈറ്റ്? ഹൗ ഡസ് ഇറ്റ് റിയലി വർക്ക് ഇൻ യുവർ Yeah. എക്കോസിസ്റ്റം? നിങ്ങൾ ആ ആർക്കിടെക്ട് എന്താണോ ചെയ്യുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് നിങ്ങൾ ബിസിനസ് അറിയണ്ട. ഓക്കെ. ഓക്കെ. അപ്പോൾ അപ്പൊ ആ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നും ഡേറ്റ നിങ്ങൾ കളക്ട് ചെയ്യാണ്. യെസ്, ആൻഡ് ആ ഡേറ്റ തന്നെ ആയിരിക്കണമെന്നില്ല. ഇഫ് ഇറ്റ് ഈസ് സെയിം ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള തന്നെ വേറൊരു കമ്പനി ആണെങ്കിലും ഈ ഡേറ്റാ ബേസ് സെയിം ആയിരിക്കണം എന്നുണ്ടോ? ഇല്ല, നിർബന്ധമില്ല. നിർബന്ധമില്ല. ഇത് അഗൈൻ ഇപ്പൊ സാർ മെൻഷൻ ചെയ്ത പോലെ ആ ആർക്കിടെക്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു അവരെ ബ്രെയിൻ എന്താണോ വർക്ക് വർക്ക് ചെയ്യുന്നത്, ചെയ്യുന്നത്. വി റെപ്ലിക്കേറ്റ് വിത്ത് ദറ്റ് സിസ്റ്റം. ഓക്കെ. ഓക്കെ. ആ ഡേറ്റ പറഞ്ഞതുകൊണ്ട് പറയാം, ലൈക്ക് കോബിൽഡ് ചെയ്താലും നമ്മളിപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ ഡേറ്റ കനോട്ട് ബി യൂസ് ഫോർ അതർ കമ്പനീസ്. ആ. ഇറ്റ്സ് എ ഡേറ്റ സെക്യൂരിറ്റി, Yeah. PPIP and all Yeah. those kind of things will come. ആ. ഓക്കെ. സോ ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. ആ. നമ്മൾ ആ കോൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഒരു പ്രോഫിറ്റും കൂടി ഉണ്ടാവും. ഉം. സിൻസ് ഇറ്റ് ഇസ് കോ ബിൽഡിംഗ്, റൈറ്റ്? ഇപ്പോൾ 50% ആണ് ആ കമ്പനി ഇൻവെസ്റ്റ് ഉം. ചെയ്യുക, ബാക്കി 50% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഉം. പ്രോഡക്റ്റ് വിൽ ബി ഡെവലപ്ഡ്. ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഐറാസ്ട്രൈവ് എന്ന കമ്പനിക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ വി ഹാവ് ആൻ ആൽഫ കസ്റ്റമർ ഓൾറെഡി ദിയർ. ഫസ്റ്റ് കസ്റ്റമർ ഓൾറെഡി ആയി. ഓക്കെ. ഓക്കെ. സോ വി ഹാവ് എ റെഫറൻസ്. ഉം. ആ റെഫറൻസ് വെച്ചിട്ട് വി വിൽ സെൽ ദാറ്റ് പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ടു അതേഴ്സ് ഓൾസോ. ഉം. ആ വിൽക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ സിൻസ് ദേ ഓൾറെഡി ഇൻവെസ്റ്റഡ് 50% ടു അസ്, ഉം. വി വിൽ പേ ദ പ്രോഫിറ്റ് ഓഫ് 50% ടു ദാറ്റ് കമ്പനി ബിക്കോസ് ദേ ഓൾറെഡി ഇൻവെസ്റ്റഡ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. ഉം. അപ്പോൾ അവരൊരു 2-3 ഈ സോഫ്റ്റ്വെയർ അടുത്ത സ്ഥലത്തേക്ക് സെല് ചെയ്യുന്ന സമയത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇസ് ഗോയിങ് ടു ബി റിക്കവർഡ്, റൈറ്റ്? ഓക്കെ. So, it's a give and take kind of a policy, right? Because we don't know the domain. ഉം. They are helping us with the domain knowledge. ഉം. We build on top of it. അതെ. അപ്പൊ അതില് ഐറാസ്ട്രൈവ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൽ ഏത് സെക്ടർ ഇത് വരുമ്പോഴായിരിക്കും? One is basically domain knowledge എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. ഓ. ഓക്കെ. കാരണം ഇപ്പം നമ്മളാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡി പോകുന്ന ഒരു അനലിസ്റ്റ് പോയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. ഉം. അപ്പോൾ ഈ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിലും അവർ പറയുന്ന അവരുടേതായ ടെർമിനോളജി അവരുടെ ലാംഗ്വേജിലാണ് സംസാരിക്കുക. അതെ. ഓക്കെ. അത് ഡൈസെക്ട് ചെയ്ത് നമ്മൾ നമ്മുടേതായ രീതിയിൽ മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ടീഡിയസ് ടാസ്ക്. ഓക്കെ. ഓ. കാരണം ഈ ഡേറ്റ മനസ്സിലാക്കണം അവർ, കാരണം അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് ദേ ആ. ക്യാൻ സ്പീഡായിട്ട് അവർ പറഞ്ഞു പോകും, ഇത് അതെ. ഇങ്ങനെയൊക്കെയാണെന്നേ പറയുള്ളൂ. ആ. ഓക്കെ. പക്ഷെ അതിൻ്റെ ബാക്കിൽ ദ റിസർച്ച് വിച്ച് വി വോണ്ട് ടു ഡു ഇസ് ലൈക്ക് റിയലി ഹ്യൂജ്. ഓ. ഓക്കെ. യാ, നിങ്ങളുടെ സ്റ്റാഫ് ഒന്നും അവരുടെ ടെർമിനോളജി ആയിട്ട് സെറ്റ് ആവണമെന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞതാണ് ഏറ്റവും നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് First പറയണ. അപ്പോ ഓക്കെ. ഓ. അത് അവരുടെ ഡേറ്റൻ്റെ അകത്തുള്ള പാറ്റേൺസ് ഐഡന്റിഫൈ ആ. ചെയ്യുക. ദാറ്റ് ഇസ് ബേസിക്കലി മെഷീൻ ലേണിംഗ്. പക്ഷെ ആ. നമ്മളത് അതിപ്പോൾ ഏത് ഡേറ്റ ആണെങ്കിലും സിമിലർ പ്രോസസ്സ് തന്നെയാണ്. ഇപ്പോൾ ഉം. കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും അല്ല ഫിൻടെക് ആണെങ്കിലോ ഉം. ഫിനാൻഷ്യൽ ഡൊമൈൻ ആണെങ്കിലും എല്ലാത്തിനും പ്രോസസ്സ് ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ. ബിക്കോസ് ഡേറ്റ ഇസ് ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് അങ്ങനത്തെ. അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ ടെർമിനോളജി ചേഞ്ച് ചെയ്യുന്ന സമയത്തെങ്കിൽ അവരെ ചാലഞ്ചിങ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആ. ഇറ്റ്സ് ലൈക്ക് ഇതൊരു സിനാരിയോ. ആ. രണ്ടാമത്തെ സിനാരിയോ മേ ബി ലിറ്റിൽ ബിറ്റ് ഒഫൻഡിങ് ആയിരിക്കും പറഞ്ഞാലും, ബട്ട് ഐ ഹാവ് ടു ടെൽ ദിസ്. അത് ഇവിടുത്തെ യൂത്തിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു ഇതായിരിക്കും. ഇപ്പോൾ നമുക്ക് US ക്ലയൻസ് ഉണ്ട്. സ്റ്റാഫ് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സാധനമാണ് ഐറ്റിൻ്റെ അകത്ത് മിക്കവാറും എല്ലാ IT കമ്പനീസും ചെയ്യുന്നുണ്ടാവുക. ഉം. അതായത് നമ്മൾ എടുക്കുന്ന ആൾക്കാരെ എടുത്തിട്ട് മറ്റുള്ള കമ്പനികൾക്ക് ജോലി ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ ഓഫീസ് നമ്മുടെ പേറോളാണ് ഉണ്ടാവുക, പക്ഷേ വേറെ കമ്പനിക്ക് വർക്ക് ചെയ്യുക. സ്റ്റാഫ് ഓഗ്മെൻറ്റേഷൻ ബേസിക്കലി. ഉം. ഓക്കെ. ഇപ്പം വരുന്നൊരു ട്രെൻഡ്, ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഒരു US ഒരു ക്ലയൻറ്റ് വന്നിട്ട് പറയാൻ എനിക്കൊരു പൈത്തൺ ഡെവലപ്പർ വേണം അല്ലെങ്കിൽ ഒരു ജാവ ഡെവലപ്പർ വേണം. ഉം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആസ്ക് ഇസ് ബേസിക്കലി, ഡു യു വാണ്ട് എ ഫിസിക്കൽ എംപ്ലോയി ഓർ ഐ ക്യാൻ ക്രിയേറ്റ് എൻ ഏജൻറ്റ് ഫോർ യു?
ഓ. ഓക്കെ. ഉം. എന്താ പറഞ്ഞാൽ എനിക്ക് ഒരു എംപ്ലോയിനെ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പമായിരിക്കും ഒരു ഒരു കമ്പ്യൂട്ടർ ഏജന്റിനെ മാനേജ് ചെയ്യാം. കാരണം മാനേജ് ചെയ്യാൻ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേപ്പർ വർക്ക്സ് ആൻഡ് എവറിത്തിങ്, ഉം. ദെൻ അവരെ ലീവ് പോളിസീസ് ലൈക്ക് ഇതൊക്കെ വരും. ഉം. ഇതേ സാധനം എനിക്കൊരു 90-95% ആക്യുറസിയിൽ ഐ ക്യാൻ ഡു ഇറ്റ് വിത്ത് എൻ ഏജന്റ്. ഓക്കെ. ഉം. അപ്പോൾ ഈ 8 hours ഒരു ആൾ വർക്ക് ചെയ്യുന്നതും ഇറ്റ് ഇസ് ലൈക്ക് 24/7 someone is working. ഉം. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. ഉം. ഓക്കെ. ഈ AI ആൾക്കാരെ ജോലി എടുക്കുമോ? ആ അത് നോ, ഇറ്റ് വിൽ നെവർ. നെവർ നെവർ. ഇതൊരിക്കലും നടക്കില്ല. ആണോ? ആ റീസൺ പറയാം. ഓക്കെ. ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ നമ്മൾ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഉം. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ട്രാക്ടർ വന്ന സമയത്ത് ബുള്ളറ്റ് കാർട്ട്സ്, ആ കാളവണ്ടി കൊണ്ട് ഉഴുതു മറിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് ഈ ഫാമേഴ്സിൻ്റെ ജോലി പോകുന്നു. ഏതെങ്കിലും ഒരു ഫാമറിൻ്റെ ജോലി പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. സോ വാട്ട് ദേ ഡിഡ് ഇസ് ബേസിക്കലി ആ ബുള്ളറ്റ് കാർട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ഉം. അതൊരു ട്രാക്ടർ വാങ്ങിച്ച ഒരാളായി മാറി, അല്ലെങ്കിൽ ട്രാക്ടറിൻ്റെ ഡ്രൈവറായി. ഉം. ഓക്കെ. ആ ബുള്ളറ്റ് കാർട്ട് നന്നാക്കിക്കൊണ്ടിരുന്ന ആൾ ഉം. ട്രാക്ടറിൻ്റെ മെക്കാനിക്കായി. ഉം. Okay. And the only one piece which lost the job was that bull. ഉം. Okay. So we have to decide whether we want to that bull ഉം. or സ്വന്തമായിട്ട് അപ്സ്കിൽ ആയിട്ട് ഓക്കെ. ചെയ്തിട്ട് അപ്സ്കിൽ ആയ ഒരു ട്രാക്ടർ ഡ്രൈവർ ആവണോ എന്നുള്ളത് ദാറ്റ് വി ഹാവ് ടു ഡിസൈഡ്. ഉം. So the only thing which I would say to our students or youth or whoever it is, instead of asking will AI will take off our job, you should change that question and say that are we ready to take up a job which AI creates? ഓക്കെ. Okay. Because AI will create immense job opportunities. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അത് ഹ്യൂമൻ ഇത് കൗണ്ട് കുറച്ച് മതിയെന്ന് പറയുന്നതും അപ്പൊ അത് എങ്ങനെയാ? ചിലർ ഇല്ല, പറയും അത് ഇത്രയും അതങ്ങനെ വരില്ല. ഓക്കെ. കൗണ്ട് കുറയും. ആ കൗണ്ട് കുറയുന്ന അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ജോലിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ കൗണ്ട് കുറയും. ഓക്കെ. ഓക്കെ. ബട്ട് ഓൺ ദ അതർ സൈഡ് ഇത്ര തന്നെ ഇതിനെക്കാട്ടും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. അതെങ്ങനെ? Someone has to build this, right? ഓക്കെ. Nothing is automated, right? Nothing will not create. For everything a creator is there, ഉം. right? So someone is creating this. ഇത് ക്രിയേറ്റ് ആവണമല്ലോ എന്തായാലും. അപ്പോൾ ഉം. ആ ഒരു സെക്ടറിനകത്ത് ഇറ്റ് ഇസ് നല്ല രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പല സെക്ടേഴ്സിലെ കമ്പനി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലും ഏത് ലെവൽ എത്തുമ്പോഴാണ് ഇപ്പം സേ അബൌട്ട് ഇപ്പൊ ഹെൽത്ത് സെക്ടറിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ സോ അവരുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണോ അതോ അവരുടെ ഒരു പ്രോബ്ലം വന്ന് ഏറ്റവും വേഴ്സ് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പം നിങ്ങളെ ഹെഡ് ചെയ്താൽ അത് അങ്ങനെ നിങ്ങൾക്ക് അത് അവിടെ ഈസി ആയിരിക്കുമോ? വെയർ ടു സ്റ്റാർട്ട് അവര് മിക്കവാറും സ്റ്റാർട്ടിംഗ് സ്റ്റേജിലല്ല, അവർ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈമിലാണോ? അപ്രോച്ച് ചെയ്യണത്. ഓ പക്ഷെ നിങ്ങൾക്കത് ഈസി അങ്ങനെയാണോ? ആ സമയത്ത് നിങ്ങൾക്കത് അതെ, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഉള്ളൂ? ഓ അതെ അതെ, നമുക്ക് പെയിൻ ഏരിയസ് ഐഡന്റിഫൈ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക, ഉം. എന്നിട്ട് അതിന് വർക്ക് ചെയ്യുക, അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ആ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ആ അപ്പൊ യൂഷ്വലി ഒരു ഓക്കെ വലിയൊരു പ്രോബ്ലം വലിയൊരു കമ്പനിയുടെ ഒരു ഇപ്പം മാഡം പറഞ്ഞു വലിയൊരു ക്രൈസിസിൽ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആണെന്ന് ഇപ്പം മാഡം പറഞ്ഞു. പക്ഷേ എങ്ങനെയാ അത് നിങ്ങൾ എടുക്കുന്ന ഒരു പീരീഡ് എത്രയായിരിക്കും? ഇപ്പൊ അവരുടെ ഒരു ക്രൈസിസ് പീരീഡിൽ അവർ എത്ര ആലോചിച്ചിട്ടും അവരുടെ ഒരു ഏരിയ ആണല്ലോ, അവർക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ പറ്റാതെ വരുമ്പോഴാണ് നിങ്ങളുടെ ഡോറിലേക്ക് അവർ നോക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ ഈ ഐറാസ്ട്രൈവ് എത്ര ദിവസം കൊണ്ടായിരിക്കും അവർക്കൊരു മാക്സിമം ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്? ഇറ്റ് ഡിപ്പെൻസ്. നമുക്കൊരു ഹാർഡ് കോഡ് ടൈം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ രണ്ട് ഓപ്ഷൻസ് ആണ് പറയാം അവരുടെ അടുത്ത്. ആ. ഒന്നൊരു ഷോർട്ട് ടേം അപ്രോച്ച്, ഒന്ന് ലോങ് ടേം അപ്രോച്ച്. ഷോർട്ട് ടേം ഇസ് ബേസിക്കലി ഇപ്പോൾ ആ ക്രൈസിസിന് എത്രയും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്തിട്ട് അവരൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാം. എമർജൻസി എമർജൻസി ഒരു ഒരു ഇത് ഇതിൽ കൊടുക്കുക. കൊടുക്കാം. ഓക്കെ. ദെൻ വി വർക്ക് ഓൺ എ ലോങ് ടേം അപ്രോച്ച് സോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് റിപ്പീറ്റഡ്. സോ ഈ രണ്ട് സൊല്യൂഷൻ കൊടുക്കാം. അപ്പോൾ സ്മിത പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം, അതായത് ഇപ്പം AI കുറിച്ച് പറയുമ്പോൾ തന്നെ AI ഒരു പ്രത്യേകിച്ച് ഒരു മാജിക് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദാറ്റ്സ് എ റിയാലിറ്റി. ഓക്കെ. AI is only useful if it can solve a problem. ഓക്കെ. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനടുത്ത് അല്ലെങ്കിൽ സാധാരണ ഇതിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എൻ്റർപ്രൈസിനടുത്ത് ഇപ്പം എല്ലാവരും AI എന്ന് പറയുന്ന ബസ് വേർഡ് കേൾക്കുന്ന അങ്ങോട്ട് പോകുന്നതിന് പകരം ഫസ്റ്റ് വി ഷുഡ് ഡു ഇസ് ബേസിക്കലി യു ഷുഡ് ഐഡൻറ്റിഫൈ എ പ്രോബ്ലം. നിങ്ങളെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ ഒരു പ്രോബ്ലം എന്താണ് പ്രോബ്ലം എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം ഈ പറയുന്ന മോഡലും ടെക്നോളജി ഒക്കെ കൊണ്ട് പ്ലഗ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ എല്ലാവരും AI പുറകെ പോകുന്നുണ്ട്. സോ വി വിൽ ഓൾസോ യൂസ് യുവർ മണി, റൈറ്റ്? സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കൺസൾട്ടിങ് വി ഡു ഇറ്റ് ലൈക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ്. ഇറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് നമ്മളൊരു കസ്റ്റമറെ കാണുന്നത് ലൈക്ക് വി ഓൾവേസ് സേ ടു എ കസ്റ്റമർ ഡോണ്ട് കൺസിഡർ ആസ് എ വെൻഡർ, കൺസിഡർ ആസ് എ പാർട്ട്ണർ. ഓ ഓക്കെ. ബിക്കോസ് വെൻഡറിൻ്റെ ഒരു മെൻറ്റാലിറ്റി, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നു ആൻഡ് വി ലീവ്, റൈറ്റ്? ബട്ട് വി ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. വി വോണ്ട് ടു പാർട്ട്ണർ വിത്ത് യു, വി അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം ആൻഡ് വി റിയലി വോണ്ട് ടു ഹെൽപ്പ് യു ഔട്ട്.
ആൻഡ് ദെൻ യു വിൽ ബി ദേർ. വി വിൽ ബി ദേർ. ആണോ? യെസ്. പിന്നെ അങ്ങോട്ട് ഫർദർ അവരുടെ ഇതിലേക്കല്ല. ഇതുവരെയുള്ള നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് നൺ ഓഫ് ദ കസ്റ്റമേഴ്സ് ഹാസ് ടോൾഡ് us to leave. ഓക്കെ. Okay, അവിടെ our retention period is like really good. ഓക്കെ. Okay. അവിടെ നിങ്ങളുടെ ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യണം. ഫ്രം അവിടെ മുതൽ നിങ്ങളുടെ കമ്പനിയാണ് അവരുടെ ക്രൈസിസ് ഏരിയ ഫുൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അവരെ അതല്ല ടെക്നിക്കൽ സൈഡ് അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യണ്ടാവും. പല ഫേസസ് ആയിട്ടായിരിക്കും നമുക്ക് പ്രൊജക്ട്സ് വരുന്നുണ്ടാവുക ആ ഓ പെർട്ടിക്കുലർ ക്ലയന്റിന്റെ അടുത്ത്. ആ ഓക്കെ ഓക്കെ. ഓക്കെ. സോ ഇത് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഓക്കെ, വൺ ഓഫ് ദ പ്രോഡക്റ്റ്, റൈറ്റ്, സിൻസ് വി ആർ ടോക്കിംഗ്, ഐ ടോക്ക് അബൌട്ട് വൺ ഓഫ് ദ പ്രോഡക്റ്റ് വിച്ച് യു ബിൽഡ്, ലൈക്ക് ദാറ്റ് വാസ് വൺ ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ്. ഇൻഡസ്ട്രിയിലോ ടോക്ക് ഉണ്ട്. ഇപ്പോൾ IIT പോലത്തെ കോളേജുകളിൽ പഠിച്ച കുട്ടികൾക്ക് മാർക്കറ്റിൽ ഒരു എഡ്ജ് ഉണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യം. അതെ. ഓക്കെ, വാട്ട് ഇസ് ദ റീസൺ? പറയുമ്പോൾ നമുക്ക് പറയാം അത് ബ്രാൻഡ് നെയിം ഉണ്ട്, എല്ലാ പഠിക്കുന്ന കുട്ടികളവിടെ കുറച്ച് ബ്രൈറ്റ് ആണ്, ഓക്കെ, അവർക്ക് ഫെസിലിറ്റീസ് കൂടുതലുണ്ട്. ബട്ട് ഐ വുഡ് സേ നോ. ഇതൊക്കെ എല്ലാ കോളേജിലും ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ചെറിയ കോളേജിലും വലിയ കോളേജിലാണെങ്കിലും ഈ പറയുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സിലബസ് ഒക്കെ സെയിം ആണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദ അലൂമിനി നെറ്റ്വർക്ക്. ഈ IIT പോലത്തെ കോളേജിനകത്ത് മില്യൺസ് ഓഫ് അലൂമിനി നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ സ്മിത്ത് ഒരു IIT പഠിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു പ്രൊഡക്റ്റ്, ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് വെച്ചോ, ആ ഒരു അലൂമിനി നെറ്റ്വർക്കിൽ പോയി പറയുമ്പോൾ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനും അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ, അതിനൊരു കമ്പനിയൊക്കെ വളർത്തിയെടുക്കാനുള്ള എല്ലാ റിസോഴ്സസിൻ്റെയും അലൂമിനി നെറ്റ്വർക്ക് ഇസ് ദർ. ബിക്കോസ് ദർ ആർ ലൈക്ക് പീപ്പിൾ ലൈക്ക് 40 years ഓഫ് ലൈക്ക് അലൂമിനി നെറ്റ്വർക്ക്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജസ് ഒന്നും ഈ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ ഉണ്ട്, എന്നാലും വളരെ കുറവാണ്, എല്ലാം ആക്റ്റീവ് അല്ല. ഓക്കെ, ഇതേ കോൺസെപ്റ്റ് തന്നെ, ഇതേ ഒരു സിറ്റുവേഷൻ തന്നെ ഒരു കമ്പനീൻ്റെ സൈഡ് പോകുമ്പോഴോ, ഒരു IT കമ്പനി എടുത്ത് നോക്കാം. IT കമ്പനി എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ടാലൻറ്റ് അക്വസിഷൻ എന്ന് പറയുന്നൊരു ഒരു ഇതുണ്ട്. നമുക്കിപ്പോൾ ഒരു എഞ്ചിനീയർ വേണം, ഒരു പൈത്തൺ എഞ്ചിനീയർ, ഒരു ML ഓപ്സ് എന്ന് പറയുന്ന എഞ്ചിനീയർ വേണം. ഒരു ഓപ്പൺ പൊസിഷൻ വന്ന് ഓപ്പൺ പൊസിഷൻ ക്ലോസ് ആവാൻ ഓൺ ആൻ ആവറേജ് ഇപ്പോൾ 90 days എടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻ റിയാലിറ്റി 90 days എടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു HR അടുത്ത് ചോദിക്കുന്ന സമയത്ത് HR പറയാം, ഓക്കെ, എനിക്ക് ടാലൻറ്റ് റൈറ്റ് ടൈമിൽ കിട്ടുന്നില്ല. അത് നമ്മൾ ഇന്ത്യയിൽ ടാലൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ? ഓക്കെ, ഓരോ വർഷവും 4-4.5 മില്യൺ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ ഇന്ത്യയിൽ പോലത്തെ ഇത്രയും എഡ്യൂക്കേഷൻ ലിറ്ററസി റേറ്റ് ഇത്രയും കൂടുതൽ സ്ഥലത്ത് പീപ്പിൾ ആർ ദെയർ, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദം. റൈറ്റ്, 2 റീസൺ ഉണ്ട് ഇതിനകത്ത്. ശരിക്കും ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ബിസിനസ് ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നോക്കുക, അക്കാഡമിക്കലി ഞാൻ പഠിച്ച സമയത്ത്, അല്ലാണ്ട് വേറെ. കാരണം ഇത് ഞാൻ ഫേസ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഞാനൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ HR അടുത്ത് പറയാം, ഓക്കെ, എനിക്ക് നാളത്തേക്ക് ഒരു ആളവാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഒരു ആളവാണെന്ന് പറയുമ്പോൾ, എനിക്ക് ആളെ തരാം 3 മാസം കഴിഞ്ഞിട്ട് തരിക, 90 days. അപ്പോഴേക്കും എൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ച സമയത്താണ് മനസ്സിലായത് ഇതിന് 2 റീസണാണ്. ഒന്ന്, ഈ സ്കിൽ സെറ്റ് അളക്കാനുള്ള ഒരു മെക്കാനിസം ഇന്ന് ഇൻഡസ്ട്രിയിലില്ല. ഓക്കെ, കാരണം 30 മിനിറ്റാണ് ഇൻ്റർവ്യൂ. ആ 30 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരാൾ സ്കില്ല് മനസ്സിലാക്കുക? ഓക്കെ, ഇതേപോലെ തന്നെ രണ്ടാമത്താണ് ഇപ്പോൾ AI എന്ന് പറയുന്ന ടെക്നോളജി പൊതുവാണല്ലോ. ഇപ്പോൾ ഒരു AI എഞ്ചിനീയർ എനിക്ക് റിക്രൂട്ട് ചെയ്യണം. ആ AI എഞ്ചിനീയർ റിക്രൂട്ട് ചെയ്യുമ്പോൾ അയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആ കമ്പനിയിൽ ആദ്യം ഉണ്ടാവണ്ടേ? അതെ. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ദിയർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടെടുക്കുക? ഓക്കെ, ആൻഡ് തേർഡ് വൺ ഓൾസോ ഇസ് ഐ ടെൽ, റൈറ്റ്, തേർഡ് വൺ ഇസ് ബേസിക്കലി ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണെന്ന് വെച്ചോ, 30 മിനിറ്റാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും നോർമൽ കേസിൽ. അത്രേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഈ 30 മിനിറ്റ് കൊണ്ട് HR പറയുന്ന ഒരു 15 സ്കിൽ സെറ്റ് അനലൈസ് ചെയ്യണം, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അതെ. ഓക്കെ, ഐഡിയലി പോസിബിൾ അല്ല. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് വെച്ചാൽ ഒരു സിനാരിയോ നോക്കിയാൽ മതി. നമ്മൾ ഇൻ്റർവ്യൂവിന് ഒരാൾ വരുന്നു, ഇൻ്റർവ്യൂവിന് ഒരു കുട്ടി വന്നിട്ട് ഇൻ്റർവ്യൂവിന് എടുക്കുന്നു, വീഡിയോ ക്യാമൊക്കെ ഓൺ ആക്കി, എവറിത്തിങ് ഇസ് കൂൾ. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്തായാലും ഒരു 3 മിനിറ്റ് പോകും. ഓക്കെ, അപ്പം തന്നെ എത്ര എക്സ്പീരിയൻസ് ആണ്, ചെറിയൊരു നെർവസ്നെസ് ഒക്കെ ഉണ്ടാവും. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻ്റർവ്യൂർ ഒന്ന് കുറച്ചൊക്കെ തമാശയൊക്കെ പറഞ്ഞൊന്ന് സെറ്റ് ചെയ്തെടുക്കും. നെക്സ്റ്റ് 3 minutes വിൽ ഗോ, റൈറ്റ്, ഒന്ന് വാം അപ്പ് പീരീഡ് എന്നൊക്കെ പറയുന്നല്ലോ. സോ 6 to 7 minutes ഇസ് ഗോൺ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, ഒന്നാമത്തെ സ്കിൽസ് ആൻഡ് അനലൈസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഒരിക്കലും നമുക്ക് ഫസ്റ്റ് റിപ്ലൈനകത്ത് അതിൻ്റെ ആൻസർ കിട്ടില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രാവശ്യമൊക്കെ 5 രീതിയിലൊക്കെ ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആൻസർ നോർമലി നമ്മളിപ്പോൾ 5 whys എന്നൊക്കെ പറയുന്നത് പോലെ 5 പ്രാവശ്യം വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുന്ന സമയത്താണ് ഒരു പ്രോപ്പർ ആൻസർ കിട്ടുക. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്കിൽ സെറ്റ് എടുക്കുന്നു. രണ്ടാമത്തെ സ്കില്ലിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും. അപ്പോഴേക്കും ഏകദേശം 20-25 മിനിറ്റ് കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞു. ഓക്കെ, ഇവർ ഈ ഒരു സ്കിൽ സെറ്റ് മാപ്പ് ചെയ്യുന്ന ഷീറ്റിനകത്ത് ആദ്യത്തെ 3 അവർ മാർക്ക് ചെയ്യും, ബാക്കി ഈസ് ഗോയിങ് ടു ബി ടു ദ HR. അപ്പോൾ ഒരു നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള HR കാണുന്ന സമയത്ത് 3 അനലൈസ് ചെയ്തിട്ടുള്ളൂ, ഐദർ അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല. സോ ഹി ഈസ് ഗെറ്റിംഗ് റിജക്റ്റഡ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ഇറ്റ്സ് എ റിജക്ഷൻ, റൈറ്റ്. ഇത് കമ്പനി ചെയ്യുന്ന മിസ്റ്റേക്ക് മാത്രമല്ല, അത് ഞാൻ ലാസ്റ്റ് പറയാം എന്താണ് ഇതിനകത്ത് വരുന്ന പ്രോബ്ലം എന്നുള്ളത്. ഇനി ഇതേ സംഭവം തന്നെ നമ്മളൊന്ന് കോളേജിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ദ സിറ്റുവേഷൻ ഇസ് ഈവൻ വേഴ്സർ, റൈറ്റ്. ഇപ്പോൾ കോളേജിൽ പ്ലേസ്മെൻറ്റ് ഓഫീസർ ചോദിക്കുകയാണ് പ്ലേസ്മെൻറ്റ് എന്താ ചോദിക്കുമ്പോൾ, ലൈക്ക് ദേ വിൽ സേ ദാറ്റ് കമ്പനീസ് ആർ നോട്ട് കമ്മിങ്.
ഓക്കെ. ഇൻ റിയാലിറ്റി വരുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. അല്ലെങ്കിൽ വന്ന കൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു. റീസൺ മൾട്ടിപ്പിൾ ആണ്. കാരണം ഇപ്പം എൻ്റെ കമ്പനി ഒരു കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചിന്തിക്കുക, ഓക്കെ, നമ്മളിപ്പോൾ ചെന്നൈയിൽ നിന്ന് ഒരു 4 പേരാ ഒരു കേരളത്തിലെ കമ്പനിയിലേക്ക് വിടണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്തിലെ കമ്പനിയിലേക്ക് ഒരു കോളേജിലേക്ക് ഇൻ്റർവ്യൂവിന് വിടുമ്പോൾ വി വിൽ തിങ്ക് അബൌട്ട് ദ ROI, റൈറ്റ്? ഇറ്റ്സ് എ ബിസിനസ് ഫോർ ദം. സോ അവിടെ പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്തു, 4 പേര് പോകുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇത്രയും സ്കിൽ സെറ്റ് അവിടെ ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ സ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരിക്കലും അവിടെ പോയിട്ട്. ഓക്കെ. രണ്ടാമത്തത്, ഈ കോളേജിനകത്ത് നെറ്റ്വർക്കിംഗ് ഭയങ്കര കുറവാണ്. ബിക്കോസ് ഒന്ന് അക്കാഡമിക്കലാണ്, മറ്റത് ഇൻഡസ്ട്രിയലാണ്. ഓക്കെ. അപ്പം കോളേജിലെ പ്ലേസ്മെൻറ്റ് ഓഫീസർക്ക് എത്രത്തോളം നമുക്ക് ഒരു കമ്പനിയിൽ HR പരിചയം ഉണ്ടാവും? അവർ വളരെ ബുദ്ധിമുട്ടിയിട്ട് കുറേ മെയിലൊക്കെ അയച്ചിട്ടായിരിക്കും ഒരു HR ഈ വർഷം കണ്ടുപിടിക്കുക. ഓക്കെ. എങ്ങനെയെങ്കിലും വിളിച്ചു വരുത്തും, ആൾ വരും, ഇൻ്റർവ്യൂ എടുക്കും, എവറിത്തിങ് വിൽ ബി ഗോയിങ് സ്മൂത്ത്, റൈറ്റ്? നെക്സ്റ്റ് ടൈം വിളിക്കുന്ന സമയത്ത് ദാറ്റ് പെർട്ടിക്കുലർ HR might have switched to another company. They lost the contact, right? Because networking is not there. And the saddest part is കുട്ടികളത് 4 വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചൊരു കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ഫൈനൽ ഇയർ പോയിട്ട് ഇഫ് യു ആസ്ക് സംതിങ്, റൈറ്റ്, നിങ്ങൾക്ക് എന്താവണമെന്ന് ചോദിച്ചാൽ പോലും അവർക്കൊരു ആൻസർ ഉണ്ടാവില്ല. ദേ ആർ ടോട്ടലി ബ്ലൈൻഡ്, റൈറ്റ്? കാരണം അങ്ങനെ ഒരു ഗൈഡൻസ് നമ്മൾ എവിടെയും കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് അവരെ തെറ്റല്ല. ഇറ്റ് ഈസ് ബേസിക്കലി നമ്മൾ അവർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല, ഇങ്ങനെ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഫീൽഡ് ഉണ്ട്, ഓക്കെ, ബിക്കോസ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് എന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. സോ ഇതാണ് നമ്മൾ ആദ്യം ഐറാസ്ട്രൈവ് തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ടു കണക്ട് ഓൾ ദീസ് ഡോട്ട്സ്. ആൻഡ് ദ എയിം ഇസ് ബേസിക്കലി ടു മേക്ക് ദ പീപ്പിൾ ഇൻഡസ്ട്രി റെഡി. Okay. We never say that we are going to provide the jobs. We cannot do that. Right? We never say that we will make you like superhumans. Right? But we will make you like industry ready. Okay. So completely AI. We never, നമ്മളിപ്പോൾ ട്രെയിനിങ് കൊടുക്കാറില്ല. Okay. We don't provide any course. അത് കൊടുക്കുന്നില്ല. I'm totally against it also. Honestly, if you ask me, I'll literally say that people should not go to take course. Like, അതാണ് ഞാൻ നോർമലി നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ടെക് ടോക്ക് എടുക്കാൻ പോകുമ്പോഴും ഞാൻ കോളേജിൽ വെച്ചിട്ട് തന്നെ പറയുന്ന കാര്യം അതാണ്. റീസൺസ് അത് കാരണം മുന്നേ ഒക്കെ IT-ൻ്റെ അകത്ത് ഷിഫ്റ്റ് നടക്കുക ഒരു 3 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഒരു പുതിയ ടെക്നോളജി വന്നിട്ട് ഓവർ ആവുക. ഇന്ന് അതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 3 മാസം 4 മാസമാണ്. അപ്പോൾ ഒരു കുട്ടി 30,000-40,000 രൂപ കൊടുത്തിട്ട് ഒരു കോഴ്സിന് പോകുന്നു. അവനകത്ത് പഠിച്ചിറങ്ങുന്നതിനെക്കാട്ടും മുന്നേ ഇറ്റ് ഈസ് ഷിഫ്റ്റിംഗ് എ ലോട്ട്. അവൻ സെക്കൻഡ് ഇയറിൽ ഒരു കോഴ്സിന് പോകുന്നു, വെക്കേഷണൽ കോഴ്സിന് പോകുന്നു, അവൻ 2 വർഷം ഇനിയും പഠിക്കാനുണ്ട്. അപ്പോഴേക്കും പുതിയ ടെക്നോളജി ആയി. ഓക്കെ. സോ ഹൗ ലോങ് യു ക്യാൻ സ്റ്റഡി? ഓക്കെ. ഇനി ഇപ്പോൾ ഒരു പുതിയൊരു കോഴ്സ് ഇപ്പോൾ ടെക്നോളജി വരുന്നു, അത് പഠിപ്പിക്കാൻ ഉള്ള ആൾക്കാരാണോ, ലൈക്ക് അത് റിയലി ക്വാളിഫൈഡ് ടു ഗെറ്റ് ഇറ്റ് ഇൻ ടു ദാറ്റ്, റൈറ്റ്? അല്ലെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണോ ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് തിങ്. സോ വാട്ട് ഐ നോർമലി സേസ്, ലൈക്ക് നിങ്ങളെ കോളേജിൽ നിന്ന് പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ദാറ്റ്സ് ആക്ച്വൽ റിയാലിറ്റി. ഓക്കെ. ചെയ്യാൻ പറ്റുന്നത് ഓക്കെ കുറേ ടെർമിനോളജീസ് ആൻഡ് കുറച്ച് ബുള്ളറ്റ്സ് കൊടുക്കാം, സോ ദാറ്റ് ദീസ് പീപ്പിൾ ക്യാൻ ഐഡിയലി റിസർച്ച് ആൻഡ് ലേൺ. ഓക്കെ. ദാറ്റ് ഐഡിയലി ഫ്രം കോളേജ് ഓൾസോ ക്യാൻ ബി ഡൺ. Okay, it's happening, right? Instead of that, if they are really practicing it, അപ്പം ഞാൻ നോർമലി സ്റ്റുഡൻസിന് പറയുന്നത്, നിങ്ങൾ 40,000 രൂപ കൊടുത്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു കമ്പനിയിൽ പോയി നിങ്ങൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. Getting practical knowledge. Yes. And take it as your stipend. Right? Whatever your parents is paying you, right? Use it as your stipend. Go to your college or go to an institute, right? Or startup പോയാൽ മതി and get the practical knowledge. It is more better, it's far better than spending like years on like learning something new. Because അവിടെ കിട്ടുന്ന എക്സ്പ്ലോഷർ നമുക്ക് ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കിട്ടില്ല, എന്തായാലും കിട്ടില്ല. ഓക്കെ. സോ ഇത് പറഞ്ഞു വരുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന എല്ലാ ഡോട്ട്സും ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ലൈക്ക് ML മോഡലിംഗ്, മെഷീൻ ലേണിംഗ് എന്താണെന്ന് പറയാൻ വേണ്ടി ഇത്രയും ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇസ് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു റീസൺ ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം റീൽസ് കാണുന്നുണ്ട്. ഓക്കെ. നമ്മൾ റീൽസ് ലൈക്കും ചെയ്യുന്നുണ്ട്. എന്തിനാ ലൈക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി റിയലി ഡോണ്ട് നോ. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആവാം, പക്ഷെ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ വെച്ചാൽ അല്ല. ബാക്ക് ഓഫ് ദ മൈൻഡ് സംതിങ് ഇസ് റണ്ണിങ് ആൻഡ് വി ജസ്റ്റ് ലൈക്ക് ഇറ്റ്, വി സ്ക്രോൾ ഇറ്റ്, വി ലൈക്ക് ഇറ്റ്, വി സ്ക്രോൾ ഇറ്റ്, വി ലൈക്ക് ഇറ്റ്, റൈറ്റ്? സോ സംതിങ് ഇസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻ ആൻഡ് ഇറ്റ് ഇസ് എ ബിഹേവിയറൽ പാറ്റേൺ. ഇറ്റ്സ് ഐഡിയൽ ഇസ് എ ബിഹേവിയർ പാറ്റേൺ. നമ്മളൊരു കമൻറ്റ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യണം എന്ന് വെച്ച് ചെയ്യുന്ന കമൻ്റ് ഒന്നല്ല, ആ സമയത്ത് തോന്നുന്നു ചെയ്യുന്നു, അല്ലാതെ നമ്മൾ ചിന്തിച്ച് എടുത്ത് ചെയ്യുന്ന കമൻറ്റ്സ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ. സോ ഇറ്റ് ഗിവ്സ് എ ബിഹേവിയർ, റൈറ്റ്? സോ ഐറ കണക്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഫസ്റ്റ് ഡാറ്റ പോയിന്റ് അതാണ്. ഒരു സ്റ്റുഡൻറ്റ് വരുന്ന സമയത്ത് അതിനകത്ത് കുറേ 23 മോഡൽ റൺ ചെയ്യുന്ന 23 മെഷീൻ ലേണിംഗ് മോഡൽസ് റൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇത് വരുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് വരുന്നു, അവരെക്കുറിച്ചിട്ടുള്ള
ഫസ്റ്റ് ഡാറ്റ പോയിന്റ് ഇസ് ദിസ്. സോ അതിനാ നമുക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സെക്കൻഡ് ഇസ് ബേസിക്കലി കുറച്ചും കൂടിയും സൈക്കോളജിക്കൽ. കാരണം ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പോയിട്ട് ഒരു ഡോക്ടർ അടുത്താണ്, സൈക്കോളജിസ്റ്റ് അടുത്താണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി എ നെഗറ്റീവ് എഫക്ട് ഓൾസോ. ഐ നീഡ് ടു ലേൺ മോർ അബൌട്ട് ഇറ്റ്. ഇത് എങ്ങനെ എഫക്റ്റ് ആവും എന്നുള്ളത്. സോ അവർ പറഞ്ഞൊരു ടോപ്പിക് പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് 2.5 years വി ടുക്ക് ഇറ്റ് ഫോർ റിസർച്ച്. അത് നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഓക്കെ, ലൈക്ക് മസിൽ മൂവ്മെൻറ്റ്, നോസ് മൂവ്മെൻറ്റ്സ്, ഐബ്രോ മൂവ്മെൻറ്റ്സ്, ചീക്സ് മൂവ്മെൻറ്റ്സ്, ഇതൊന്നും ഈ ജസ്റ്റസും നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് ഹാബിച്വൽ. ഇതൊരിക്കലും നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റാത്തല്ല. ഇറ്റ്സ് ലൈക്ക് പ്രൂവൺ, റൈറ്റ്? അപ്പം നമ്മൾ അതിൻ്റെ അകത്തുള്ള ഒരു മോഡ്യൂളാണ് മോക്ക് ഇൻ്റർവ്യൂസ്. ഓക്കെ, സോ മോക്ക് ഇൻ്റർവ്യൂസ് ബേസിക്കലി ഒരു AI ഏജൻറ്റ് നമ്മുടെ മുന്നിൽ, ഒരു 4 AI ഏജൻസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ അകത്തൊരു ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടാവും, ഒരു HR പേഴ്സൺ ഉണ്ടാവും, ഒരു റിക്രൂട്ടർ ആൻഡ് എ ടീം ലീഡർ. അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ആൻഡ് ദ സ്റ്റുഡൻറ്റ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് യു ആർ റിപ്ലൈങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ഒരു നോർമൽ ഇൻ്റർവ്യൂ മോഡ് തന്നെ ആയിരിക്കും. അതേ പ്രഷർ തന്നെ ക്രിയേറ്റ് ചെയ്യും, അതേ പ്രഷറിനെ മോൾഡ് ചെയ്യും. ക്വസ്റ്റ്യൻസ് വിൽ ബി ക്രോസ് ക്വസ്റ്റ്യനിങ്സ് ആൻഡ് എവറിത്തിങ് വിൽ ബി ദെയർ, റൈറ്റ്? പക്ഷേ ഇതിൻ്റെ അകത്തുള്ളത് 2-3 ഡാറ്റ പോയിന്റ്സ് കിട്ടും. ഒന്നിവൻ ഫേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ബിക്കോസ് വി അനലൈസ് ദർ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഓക്കെ, മൈക്രോ എക്സ്പ്രഷൻസ് അടക്കം നമ്മൾ വി ആർ ഗോയിങ് ടു അനലൈസ് ഇറ്റ് ത്രൂ AI. ഓക്കെ, സ്റ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. ഞാൻ പറയുന്നില്ല 100% ആക്യുറസി ഉണ്ടോയെന്ന് ഞാൻ പറയുന്നില്ല. ചോദിക്കാൻ വരുമായിരുന്നു. ഓക്കെ, അങ്ങനെയൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ഇല്ല. ഓക്കെ. പക്ഷെ എന്നാലും ഒരു 70-75% ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ഹാൻഡ്ലിങ്. ഓക്കെ, കാരണം നമ്മൾ വെറുതെ ഒരു 100% പറയേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. 70-75% വി ഹാവ് സീൻ ഇറ്റ് ഇസ് വർക്കിംഗ്, റൈറ്റ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ, it is going to be analyzed directly, right? Technical skill is going to be analyzed correctly. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അനലൈസേഷൻ പ്ലോട്ട്, റൈറ്റ്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡയറക്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന 30 മിനിറ്റ് കൊണ്ട് 3 ഇൻ്റർവ്യൂ നടക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികളടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറയുന്ന സമയത്ത് ആ ഉത്തരത്തിനകത്ത് ഉണ്ടാവണം അടുത്ത ചോദ്യം എന്താ വേണ്ടെന്നുള്ളത്. ഓക്കെ, സോ വി ട്രെയിൻ ദം ത്രൂ ദിസ്. നമുക്ക് എത്ര അറിവുണ്ട് എന്ന് നമ്മൾ കൂടുതൽ പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം, സോ ദാറ്റ് ഇന്റർവ്യൂവർ ക്യാൻ ആസ്ക് us. അത് റിലേറ്റ് ചെയ്തിട്ട് ഓക്കെ, സോ നെക്സ്റ്റ് ഫോളോ ക്വസ്റ്റ്യൻ അതാണെങ്കിൽ ഹി ക്യാൻ പെർഫോം വെൽ, അവൻ്റെ കോൺഫിഡൻസും ബിൽഡ് ആവും. ട്രൂ, വെരി ട്രൂ. ഓക്കെ, സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. ഇത് വെച്ച് അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു ആൻഡ് അതിനകത്ത് കൃത്യമായിട്ട് പറയും, ഓക്കെ, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷെ ഇതിങ്ങനെ പറയുകയാണെങ്കിൽ നിനക്ക് ഇന്നേ ക്വസ്റ്റ്യൻ ആയിരിക്കും തിരിച്ചു കിട്ടുക ആൻഡ് യു ക്യാൻ റിലേറ്റ് ടു ദാറ്റ്, റൈറ്റ്? സോ ആ 30 മിനിറ്റ് നമ്മൾ 3 ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം നമുക്കൊരു 30 ചോദ്യത്തിന് ഉത്തരം പറയാം. ഓക്കെ, ബിക്കോസ് ഇൻ്റർവ്യൂ ആ ഒരു കോൺസെപ്റ്റ് തെറ്റുണ്ട്. നമ്മളെല്ലാവരും പറയും ഇൻ്റർവ്യൂ, ഐ ഹാവ് എൻ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ അത് അല്ലെ ഐ ഹാവ് ടു ടേക്ക് എൻ ഇൻ്റർവ്യൂ, റൈറ്റ്? നമ്മൾ ഇൻ്റർവ്യൂ ശരിക്കും കൊടുക്കണം. വി ആർ നോട്ട് ടേക്കിംഗ് എൻ ഇൻ്റർവ്യൂ, വി ആർ ഗിവിംഗ് എൻ ഇൻ്റർവ്യൂ. സോ നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മൾ ഇൻ്റർവ്യൂ ആണെന്നുള്ളത് ബോധ്യം ആദ്യം നമുക്ക് വേണം. ദെൻ ഓൺലി ഇറ്റ് ക്യാൻ ബി അവർ ഇൻ്റർവ്യൂ, റൈറ്റ്? സോ ആ ഇൻ്റർവ്യൂർ എന്ത് ചോദിക്കണം നമ്മൾ തീരുമാനിക്കണം, റൈറ്റ്? സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഐഡിയലി ഡു. അങ്ങനെയാണ് എൻ്റെ ട്രെയിനിങ്. മൂന്നാമത്തെ ആപ്റ്റിറ്റ്യൂഡ്സ്, സൈക്കോമെട്രി എന്ന് പറയുന്ന വലിയൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പോൾ. എന്താ എല്ലാ കമ്പനീസും ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ ഇത് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഭാഗമാണ്. ബട്ട് വി ഡു ഇറ്റ് ഇൻസൈഡ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ, പിന്നെ സ്കിൽ അപ്ലിഫ്റ്റിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഡാറ്റ പോയിന്റ്സ് കിട്ടി. ഇനി സ്കിൽ അപ്ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിന് എടുക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ട് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ സ്കില്ലും ഉണ്ടാവണമെന്നൊന്നുമില്ല. ഓക്കെ, ചിലതിൻ്റെ അകത്ത് ഭയങ്കര നല്ലതായിരിക്കും, ചിലത് കുറച്ച് ഡ്രോപ്പ് ആവും, വിച്ച് ഇസ് നോർമൽ. അപ്പോൾ സിസ്റ്റം ഇസ് ഗോയിങ് ടു ഐഡൻറ്റിഫൈ അത് ആ ഒരു കുട്ടി ഏത് സ്കില്ലിലാണ് ഈസ് പെർഫോമിങ് ബെറ്റർ, വിച്ച് ഇസ് ലൈക്ക് ഡ്രോപ്പിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോളേജിനകത്തൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താ, നമ്മൾ അവരോട് പറയും നീ ഇത് പോയി പഠിക്കുമെന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ അതെന്തായാലും നടക്കില്ല. ഇഫ് യു സേ ദാറ്റ് യു നീഡ് ടു ലേൺ ഇറ്റ്, പീപ്പിൾ വിൽ നെവർ ലേൺ ഇറ്റ്. അപ്പോൾ നിങ്ങൾ IT ഫേമിലും ലൈക്ക് നമ്മുടെ ഇപ്പോൾ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് അങ്ങനത്തെ ITയിലും നിങ്ങളുടെ ഈ ഹെൽപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? യെസ്. ഓക്കെ. സോ ഞാൻ പറഞ്ഞല്ലോ ഈ ടൈ അപ്സ് എന്ന് പറയുന്നത്, ബിക്കോസ് ഓഫ് എൻഡി ഐ എം നോട്ട് ഗിവിംഗ് ദ നെയിംസ്, ബട്ട് അതിനകത്ത് MNC കമ്പനീസ് ഉണ്ട്, വി ഹാവ് മിഡ് ലെവൽ കമ്പനീസ്, വി ഹാവ് സ്റ്റാർട്ടപ്പ് കമ്പനീസ്, വി ഹാവ് ഇൻക്യുബേഷൻസ് ആൻഡ് എവറിത്തിങ്. ഇതിന് പുറമെ ഇപ്പം നമ്മൾ കോളേജിൽ ചെയ്യുന്ന, ഇപ്പോൾ ഒരു കോളേജ് കംപ്ലീറ്റ് ഓൺ ബോർഡ് ആകുന്ന സമയത്ത് വി ഗിവ് 2 things ടു കോളേജ്. ഈ കോളേജിൻ്റെ ഈ ഒരു കോളേജ് പോർട്ടൽ ഉണ്ടല്ലോ, സ്റ്റുഡൻറ്റ് പോർട്ടൽ ഇസ് ലൈക്ക് ചാർജബിൾ, കോളേജ് പോർട്ടൽ ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ കോളേജ്. അത് കംപ്ലീറ്റ്ലി 100% ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ കോളേജ്. അവരുടെ സ്റ്റുഡൻസ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കണം, ആൻഡ് ദാറ്റ് വി ഗിവ് ഇറ്റ് ടു കോളേജ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യാനും എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓൺ ടോപ്പ് ഓഫ് ദറ്റ് വിൽ കണ്ടക്ട് 2 events. ആ കോളേജ് യു വിൽ ബി കണക്ടിങ് ദ കോളേജ് വിത്ത് പല ക്ലയൻസും കമ്പനിയുമായിട്ട് അല്ലേ? യെസ്. ഓക്കെ, സോ ദാറ്റ് വിൽ ഐഡിയലി ഇംപ്രൂവ് ദ പ്ലേസ്മെന്റ്. അതെ.
തീർച്ചയായിട്ടും. ഓക്കെ. അത് പ്ലേസ്മെന്റ് മാത്രമല്ല, ഈ ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻസ്, ആ. കാരണം ഇതിൻ്റെ അകത്തുള്ള മോഡ്യൂൾ ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഗേറ്റ് ടെസ്റ്റ് ആൻഡ് ഓൾ, റൈറ്റ്? സോ വി ഗിവ് പ്രാക്ടീസ് സെഷൻസ് ഫോർ ദാറ്റ് ഓൾസോ. ഉം. ഓക്കെ, കഴിഞ്ഞ 10-20 വർഷത്തെ ഡേറ്റ വെച്ചിട്ടുള്ള ഉം. കംപ്ലീറ്റ് മോഡ്യൂൾ ഫോർ ഗേറ്റ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻസ് ആൻഡ് എവറിത്തിങ് ദാറ്റ്. സോ അതിന് നിങ്ങളൊരു സ്ഥലത്ത് പോയാലും അവർ ചെയ്യാൻ എന്താ ഈ പ്രാക്ടീസ് തന്നെ ചെയ്യാം, ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് ഹിയർ. ഉം. ഓക്കെ, ഉം. സോ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് പാക്കേജ്. സോ നിങ്ങൾ ഇത്രയും ഡിഫറെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് മാൻ പവർ ഒരുപാട് വേണ്ടേ? യെസ്. അല്ലാതെ നിങ്ങൾ ഇത് എങ്ങനെ ഇത്രയും റീച്ച് ചെയ്യുന്നത്? ഓക്കെ, സോ അവിടെ ഞാൻ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റ് ഏജന്റ് ആസ് എ സർവീസ്. ഓ. ഓക്കെ, സോ ഇപ്പം നമ്മളെ സ്ട്രെങ്ത് ഇസ് ലൈക്ക് 50-80 പീപ്പിൾ ഓൾ ടുഗെദർ ഉം. ആസ് ആൻ എംപ്ലോയീസ്. ഉം. But more than that, like, we have agents being deployed everywhere for everything, ഓ. and everything is controlled with agents itself. So Oh. people will only build the agents and get the things done. ഓക്കെ. Okay, because it's a future math, right? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതിനെക്കാട്ടും നല്ല നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റാണ്. നമ്മൾ ആദ്യം ചെയ്യണമല്ലോ, എന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. സോ വി ഹാവ് പ്രൂവൺ ഇറ്റ് അവർ സെൽഫ്. വി ആർ ഗിവിങ് ടു അതേഴ്സ് റൗ. ഓക്കെ, ഇത് ഇപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ തന്നെ കോളേജിൽ ഇപ്പം ഒരു കോളേജിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഫുൾ സ്റ്റുഡൻസ് ഓൺ ബോർഡ് ആവുകയാണെങ്കിൽ we give like 2 options to them, like more than like that college portal, we do 2 events to them. 2 events എന്ന് പറയുമ്പോൾ അതിനിടയിൽ ഞാൻ ചോദിച്ചോട്ടെ, ആ. ചിലപ്പോൾ നമ്മൾ കോളേജിന്റെ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഉം. ചില ആൾക്കാർ ഐ മീൻ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പറയും ആ കോളേജിൽ പോയി കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് 100% ഷുവർ ആണ്, സോ നമ്മുടെ കുട്ടിയുടെ ഫ്യൂച്ചർ സെറ്റ് ആണ് ഉം. എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ കൈൻഡ് ഓഫ് ഒരു മാർക്കറ്റിംഗ് ആണല്ലോ, മാർക്കറ്റിംഗ് ആണ്. അല്ലേ, കോളേജിന്റെ സൈഡിൽ നിന്ന്. ഓക്കെ, സോ നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ആ ഒരു ഏരിയ ഹാൻഡിൽ ചെയ്യുന്നതും ടേക്കപ്പ് യെസ് ചെയ്യണതും ആ കോളേജിന്റെ റെപ്യൂട്ടേഷനെ ഇത്ര ഹൈ ആയിട്ട് നിർത്താൻ ഹെൽപ്പ് ചെയ്യണതും, യെസ്. അല്ലേ? ഇത് ഓക്കെ കോൺട്രവേഴ്ഷ്യൽ ആണ് എന്നാണ് ഞാൻ ആ. പറയാം. ആ കോളേജിലെ സ്റ്റാഫ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പ്ലേസ്മെന്റ് സെല്ല് ഇറ്റ്സ് നല്ല വർക്ക് ഉണ്ട്. അത് ഉം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതലാണ് പ്ലേസ്മെന്റ് കോർഡിനേറ്റ് ചെയ്ത് പ്ലേസ്മെന്റ് കൊണ്ടുവരുന്നത്. ഇറ്റ്സ് വെരി ടഫ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുന്നേ 3 വർഷം മുന്നൊക്കെ ആണെങ്കിൽ ഒരു MNC കമ്പനി വന്നു കഴിഞ്ഞാൽ ഒരു 100-150 കുട്ടികൾ ഒറ്റയടിക്ക് പ്ലേസ് ആവും. അതെ. പക്ഷെ ഇന്നത്തെ ഈ വർഷം ഏത് കോളേജിലും ചോദിച്ചു നോക്കിക്കോ, എനിക്ക് മുതൽ 5 കുട്ടികൾ കൂടുതലൊന്നും ഒരു കമ്പനി ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാ? ഇൻടേക്ക് ഇസ് വെരി ലോ. ഓക്കെ, ഒന്ന് എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരം കൂടി. ഓക്കെ, കമ്പനീസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഭയങ്കരം കൂടി. ഓക്കെ, ആൻഡ് നമ്മൾ ഞാനെപ്പോൾ പറയും കോളേജസ് ഷുഡ് പ്രൊഡ്യൂസ് ദ പ്രോഡജീസ്, റൈറ്റ്? അത് എത്രത്തോളം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ലൈക്ക് അഗെയിൻ കോൺട്രവേഴ്ഷ്യൽ ലിറ്റിൽ ബിറ്റ്, ബട്ട് ദേ ആർ ഡൂയിങ് എ ലോട്ട്. അവരെ നാക്കിൻ്റെ ഭാഗമായിട്ടും അല്ലാണ്ട് ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ആർ ഡൂയിങ് എ ലോട്ട്, ബട്ട് ഇൻഡസ്ട്രി ഈസ് ഫാസ്റ്റർ ദാൻ ദർ സിലബസ്, വാട്ട് എവർ ദ അപ്ഗ്രേഡേഷൻ ഇസ് ഹാപ്പനിങ്, റൈറ്റ്? ഇൻഡസ്ട്രി അതിനെക്കാളും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ അത്രയ്ക്കും അതുമായിട്ട് നമ്മുടെ സിലബസ് സിലബസ് അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ അതുമായിട്ട് നമ്മൾ കോപ്പ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, വിച്ച് കോളേജസ് ആർ ലിറ്ററലി വർക്കിംഗ് ഔട്ട്. ഇപ്പോൾ പല കോളേജസും നമ്മളായിട്ട് നല്ലോണം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താണ്, എങ്ങനെ ചെയ്യണം, AI നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വി ഡു എ ലോട്ട് ഓഫ് സെഷൻസ് വിത്ത് കോളേജസ്. നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ ഒരു ഏരിയ? ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ. ആൻഡ് വി ഡു എ ലോട്ട് ഓഫ് സെഷൻസ് വിത്ത് സ്റ്റുഡൻസ്. ലൈക്ക് സ്റ്റുഡൻസിൻ്റെ ഒരു കോളേജിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാട്ട് എവർ മാറ്റേഴ്സ്, റൈറ്റ്? ഇഫ് ടൈം പെർമിറ്റ്സ് വി ഗോ ആൻഡ് അറ്റൻഡ് ദാറ്റ്, ലൈക്ക് ബിക്കോസ് ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ഫ്യൂച്ചർ, റൈറ്റ്? ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐറാസ്ട്രൈവിൽ തന്നെ എത്ര മാൻ പവർ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം ഓരോത്തിലും സ്കിൽഡ് ആയിരിക്കണം, അല്ലേ? yes, ഒരൊറ്റ പാറ്റേണിൽ സ്കിൽഡ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് സംഭവം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. correct. സോ യു ഷുഡ് ഹാവ് ദാറ്റ്. ആ ഒരു ഏത് സെക്ടറിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ അതിന്റെ സൊല്യൂഷൻ പാക്ഡ് ആയിട്ട് സംഭവം ഉണ്ടാവണം, കറക്റ്റ്. അല്ലേ? സോ വാട്ട് വി ഡു ഇസ് ബേസിക്കലി വി ഹാവ് ആൻ R&D ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് വി ഗിവ് ഇറ്റ് ടു ഫസ്റ്റ് ടു R&D, ആൻഡ് അവിടെ വെച്ചൊരു ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും, ലൈക്ക് ഹു ഓൾ നീഡ് ടു ബി വർക്കിംഗ് ഓൺ വാട്ട്, ആൻഡ് give it to the people. We give all the support to those employees to learn about it. We invest on them, right? അത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് we do everything for them, and then you pull it out, right? So because ഇത് ഞാൻ പറഞ്ഞത് ഇത് മൾട്ടി ഡൊമൈൻ ആണ്. എല്ലാവർക്കും എല്ലാം പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് തെറ്റായിരിക്കും. പക്ഷെ നമ്മൾക്ക് പറ്റുന്ന കാര്യം, സോ ദെൽ ബി സ്കിൽഡ് പീപ്പിൾ വിൽ ബി ദെയർ, റൈറ്റ്? അവരെ ഒന്നും കൂടിയും ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എനിക്ക് ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെന്റ് പാറ്റേൺ ചേഞ്ച് ആകുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മിക്കവാറും കോളേജസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ കമ്പനീസ് അടുത്താണ് നമ്മളിപ്പോൾ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്തുള്ള കമ്പനീസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഓക്കെ, യു ഡോണ്ട് റിക്രൂട്ട് ഡയറക്ട്ലി. നിങ്ങൾ പ്ലേസ്മെന്റ് എടുക്കണ്ട. ഓക്കെ, അവർക്ക് പ്ലേസ്മെന്റ് എടുക്കുന്നതാണല്ലോ പ്രോബ്ലം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ടേക്ക് ഇറ്റ് ആസ് ആൻ ഇന്റേൺ, റൈറ്റ്? ലെറ്റ് ദം വർക്ക് ആസ് ആൻ ഇന്റേൺ, ആൻഡ് ഇഫ് യു ഫീൽ ദ പീപ്പിൾ ആർ ഗുഡ്,
ദെൻ യു ടെക്, ഓക്കെ. റൈറ്റ്? അപ്പോൾ അവർക്ക് ആ റിസ്ക് ഇല്ല. അതെ. ആൻഡ് പീപ്പിൾ ആർ ഓൾസോ അഡ്മിറ്റിംഗ് ദാറ്റ് നോ, യാ. റൈറ്റ്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനും ഓക്കെയാണ്. യാ. They get internships. At the same time, if they are performing well, if they really want it, they will perform. യാ. If they perform, they'll get the job. ക്ലാരിറ്റി കൂടുതലായി. Yes. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കമ്പനീസും ഓക്കെയാണ്, ആൻഡ് കോളേജസ് ആർ ഓൾസോ വെൽക്കമിങ് യാ. ദാറ്റ്, അതെ. റൈറ്റ്? ഇതാണ് ഒരു പോസിബിലിറ്റി. നമ്മളിപ്പോൾ കമ്പനീൻ്റെ മുന്നിലായിട്ട് ഭയങ്കര പ്രഷർ ചെയ്തിട്ട്, എന്നാലും ഉണ്ട് ഹിക്കപ്സ് ഒക്കെ ഇല്ല എന്ന് പറയുന്നില്ല, എന്നാലും കുറച്ച് ഹിക്കപ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ കമ്പനീസ് ആർ സപ്പോർട്ടിങ് അലോട്ട്. ഓൺ ദ അതർ സൈഡ്, ഇപ്പോൾ കോളേജിലാണെങ്കിൽ 2 ഇവൻറ്റ്സ് നമ്മൾ വി ആർ പ്രോമിസിങ് ദാറ്റ് വിൽ ഡു 2 ഇവൻറ്റ്സ് ഇൻ ദ കമ്പനി, ഇൻ ദ കോളേജസ്. ഓക്കെ, അവർ ഇൻഫ്ര മാത്രം തന്നാൽ മതി. സോ വൺ ഈസ് ഗോയിങ് ടു ബി കൈൻഡ് ഓഫ് ഹാക്കത്തോൺസ്, ഐഡിയത്തോൺസ് ആൻഡ് ഓൾ. ഹാക്കത്തോൺസ് ലൈക്ക് 48 hours കണ്ടിന്യൂസ് ഹാക്കത്തോൺസ് ഉണ്ടാവും. ഐഡിയത്തോൺസ് വിച്ച് വി ഡു റെഗുലർലി വിത്ത് മൾട്ടിപ്പിൾ കമ്പനീസ്, അത് കോളേജസ്, വിച്ച് ഐ പേഴ്സണലി ലൈക്ക് ടു ഡു ദാറ്റ്. ഒരു ചെറിയൊരു എന്താണെന്ന് പറയാം, ആൾക്കാർക്ക് അറിയാൻ വേണ്ടി മാത്രം. സോ ഇപ്പോൾ ഒരു കോളേജിൻ്റെ അകത്ത് ഭയങ്കര ബ്രൈറ്റാണ് കുട്ടികളൊക്കെ. ഓക്കെ, ഓരോ ദിവസം ഓരോ കോളേജിൽ ഒരു ടോക്കനൊക്കെ പോകുന്ന പുതിയ പുതിയ ഐഡിയാസൊക്കെ കേൾക്കുന്ന സമയത്ത് വി ഓൾസോ ലൈക്ക് ഓവർവെൽംഡ്. ഓക്കെ, ഇത്രയും നല്ല ഐഡിയാസൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത്. സോ ഇഫ് ദേ ആർ പ്രസൻറ്റിങ് എൻ ഐഡിയ ടു അസ്, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് റിയലി ഗുഡ്, വി ഫീൽ ലൈക്ക് ദർ ഇസ് എ വാല്യൂ പ്രൊപ്പോസിഷൻ, വി ഇൻവെസ്റ്റ് ഓൺ ദം ആൻഡ് വി മേക്ക് ദം ആസ് എൻ എന്റർപ്രണർ. Okay, we give them space in the office, we support them, we train them. Okay, let them build it, right? So that is ideally ideathon. നമുക്ക് ഗുണോണ്ടേഷൻ ഉണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്, Yeah. റൈറ്റ്? സെക്കൻഡ് ഇസ് ലൈക്ക് ഹാക്കത്തോൺസ്. ഹാക്കത്തോൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നതിന് പകരം ആ ഒരു ടീം വർക്ക് ശരിക്കും നമുക്ക് കാണാൻ പറ്റും, പ്രോപ്പർ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ കമ്പനിക്ക് ഹാൻഡ് പിക്ക് ചെയ്യാം, എനിക്ക് ഇന്നേ കുട്ടീനെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കറക്റ്റ്ലി ഹാൻഡ് പിക്ക് ചെയ്യാം. സോ ദേ ആർ ഗെറ്റിംഗ് ദ സ്കിൽ ഫ്രം ദം, റൈറ്റ്? So request to students is basically do participate in all these kind of things, right? Keep on upskilling, right? Yeah, അത് Do a lot. കേട്ടിട്ടുണ്ട്. ചിലത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ കമ്പനി വന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ടാലന്റ് കാണുമ്പോൾ Correct. അവർ അപ്പം തന്നെ ടേക്ക് ഓവർ ചെയ്യണോ, കുട്ടീനെ കൊണ്ടുപോകണു, Yes, അപ്പം തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്നു. ആ കുട്ടിക്ക് ആ കോഴ്സ് പോലും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. correct. ആ, Because we lacks talent, right? ഒരു ടാലന്റ് ഐഡന്റിഫൈ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വി ജസ്റ്റ് പുൾ ദം ഔട്ട്, Yeah. റൈറ്റ്? മറ്റുള്ളവർക്ക് കൊടുക്കാണ്ട് നമുക്ക് എടുക്കാന്നുള്ളതാണല്ലോ, ലൈക്ക് അതെ. അത് ഇറ്റ്സ് എ ഫോമോ. Yeah. ഇന്നെടുത്തില്ല നാളെ വേറെ ആരെങ്കിലും എടുക്കും. എടുക്കും. ലൈക്ക് വി Yeah. ടേക്ക് ഇറ്റ്, റൈറ്റ്? സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ, റൈറ്റ്? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ലൈക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറ്റ് വാസ് റിയലി ഗുഡ്. ലൈക്ക് നിയർലി 40-45 colleges and universities are like tied up already. Things are going good, very welcoming. ആൻഡ് നെക്സ്റ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലൈക്ക് ത്രൂ സം കോണ്ടാക്ട്സ്, റൈറ്റ്? ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ടപ്പാണ്. ഈ ഒരു എക്കോ സിസ്റ്റം തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ അകത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിറ്റ് ടഫ്, റൈറ്റ്? ബിക്കോസ് ഇറ്റ്സ് എ വെരി ഹ്യൂജ് കോമ്പറ്റീഷൻസ് ഇസ് ദിയർ, റൈറ്റ്? അപ്പോൾ അവിടെ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതാണ്. ഈ ഒരു എൻ്റർപ്രൈസ് ആണെങ്കിൽ എല്ലാവരും എയുടെ പുറകെ പോവാണ്. ഓക്കെ, പക്ഷെ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നോൺ ആസ് എൻ യൂസ് Yeah. കേസ്, റൈറ്റ്? ഇതൊരു ബസ് വേർഡാണ്. എല്ലാവരും ചെയ്യുന്നു, എന്നാൽ ഞാനും ചെയ്യാം. ഉം. ഓക്കെ, സോ അങ്ങനെ കുറേ സെഷൻസ് എടുക്കുന്ന സമയത്താണ് വി ഗെറ്റ് ഇൻ ദ ഐഡിയ, റൈറ്റ്? ഇൻസ്റ്റെഡ് ഓഫ് വി സെൽ സംതിങ് ടു സംവൺ, ലെറ്റ് us educate them, ഉം. right? Let us tell them whether it is really useful for you. നിങ്ങൾക്ക് ROI ജനറേറ്റ് ആവോ ഇല്ലയോ? ഇൻ കേസ് ഇഫ് യു ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സൽ ഷീറ്റിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഉം. ഒരു സിമ്പിളായിട്ടൊരു മാക്രോ ക്രിയേറ്റ് ചെയ്താൽ അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ക്ലൗഡും കോസ്റ്റൊക്കെ കൊടുത്തിട്ട് ഒരു AI എന്ന് പറയുന്നൊരു ബസ് വേർഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ കാര്യം നടന്നാൽ പോരെ? മതി. ഓക്കെ, ഉം. സോ ദാറ്റ്സ് വാട്ട് വി ടെൽ ദം. അപ്പോൾ കൺസൾട്ട് ചെയ്ത് ഇഫ് ദേ ആർ ഓക്കെ, ദെൻ വി ബിൽഡ് ഇറ്റ്, ഓക്കെ. right? So this is how we acquire the customers also. It is not something we go and sell something. So we do this. So that's how fintech domains has came in. Construction companies literally came in because of that only. And edtech sectors we are working out a lot. Yeah. Cosmetic sectors we are working it out. നിങ്ങൾക്ക് ഏറ്റവും ഈസി ഹാൻഡിൽ ചെയ്യാൻ ഏത് സെക്ടർ? Since ഇപ്പോൾ എനിക്ക് കൂടുതൽ ബിക്കോസ് ഞാൻ ഐ കംപ്ലീറ്റഡ് മൈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ അതായതുകൊണ്ട് കുറച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും വിച്ച് വിൽ പ്രിഫർ ടു മീ. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ എനിക്ക് എഡ്യൂക്കേഷൻ സെക്ടറാണ് കുറച്ചും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യാത്ത ആദ്യം ഉണ്ടായിട്ടുള്ളത്, ബിക്കോസ് ഫോർ മൾട്ടിപ്പിൾ റീസൺസ്. വൺ ഈസ് ബേസിക്കലി വാട്ട് വി ആർ സീൻ ഇൻ ദ മാർക്കറ്റ്, റൈറ്റ്? ആൻഡ് വി റിയലി വാണ്ട് ടു ഹെൽപ്പ് ഇൻ ദാറ്റ് സെക്ടർ. സോ അതിനകത്ത് കുറേ റിസർച്ച് ചെയ്യുന്നുണ്ട്. ലൈക്ക് വി ഡു എ ലോട്ട് ഓഫ് റിസർച്ച് ഇൻ ദാറ്റ് ടു അപ്ലിഫ്റ്റ് ദാറ്റ് കമ്മ്യൂണിറ്റി. ഏറ്റവും ടഫ് ആയിട്ടുള്ളതോ? Toughest is basically this thing, healthcare. ആണോ? Yes, healthcare is really tough. ഹെൽത്ത് കെയറിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഹെൽപ്പ് വരുന്നത്? Healthcare is like okay.
ഇപ്പം നമ്മൾ കാനഡ ബേസ്ഡ് ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അഗൈൻ ഐ കനോട്ട് ടെൽ ദ നെയിം ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ്സ് എൻ പക്ഷെ ഹോസ്പിറ്റൽ. ഓപ്പൺ ടു എനി കൺട്രിയിലുള്ള ക്ലയന്റിനാണെങ്കിലും നിങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ? യെസ്. ഓ, ഇന്ത്യൻ കമ്പനിക്ക് മാത്രം എന്നല്ല. നോ നോ നോ. ഓ, നമുക്ക് സർവീസ് സെക്ടറിൻ്റെ അകത്ത് കൂടുതലും നമുക്ക് ഔട്ട്സൈഡ് ക്ലയൻസ് ആണ്. ഓക്കെ. ഓക്കെ, ആൻഡ് ഈ നമ്മുടെ കമ്പനി ഇപ്പം ചെന്നൈയിലുണ്ട്, നോയിഡയിലുണ്ട്, യു എസിലുണ്ട്. യുഎസിലുണ്ട്. ഈ മൂന്നിടത്തും ഒരേപോലെ തന്നെയാണ് ഇതിന്റെ ഫംഗ്ഷനിങ് ഒരു Everything is same. സെയിം? We control it from Chennai. ഓക്കെ. Entire development is from Chennai. ആ, US is basically a sales zone, completely like sales and initial level of support. ഒരു കസ്റ്റമറിന് ഒരു ക്വറി ഉണ്ടെങ്കിൽ we just handle the query. ഓക്കെ. അത് മെസ്സേജ് മാനേജ്മെന്റ് എന്നൊക്കെ പറയാം. ഉം. Okay. Someone has to listen to the customer, right? So that's what they do. And once the Indian team is up, the query will be converted to us and we do the things there from there. Noida is basically for events coordination. നേരത്തെ പറഞ്ഞു ഹാക്കത്തോൺസ് ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ. we use Noida office there. ഓ, Okay. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈവൻ പുറത്തുള്ള കൺട്രി ആണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ കമ്പനിക്ക് അതിനുള്ളൊരു കംപ്ലീറ്റ് ഡേറ്റയും കാര്യങ്ങളും സൊല്യൂഷൻസും എല്ലാം Yes. കൊടുക്കാൻ പറ്റും. Yes. ഓക്കെ. നിങ്ങൾ നേരിട്ട് പോയി അത് അനലൈസ് ചെയ്യണമെന്നോ സ്റ്റഡി ചെയ്യേണ്ട ആവശ്യം അത്രയും ഇല്ല. Nothing. ഓ, സോ ഒരു ബിസിനസ് റിക്വയർമെന്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ വെർച്വൽ മീറ്റിംഗ് ഓർ സംതിങ്. ആ, അല്ലെ നമുക്കവിടെ സെയിൽസ് സ്റ്റാഫ് ഉണ്ട്. ആ, സോ ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ദ ക്വരീസ്, ഹി വിൽ കം ബാക്ക് ടു us. ആ. Then we do a kind of Yeah. research, R&Ds and everything. We go back to the client. ഓ, ഓക്കെ. Okay. ഓക്കെ. So it is അപ്പോൾ സർവീസ് ഇൻഡസ്ട്രി കൂടുതലുള്ളത് ഇറ്റ്സ് വിത്ത് US ക്ലയൻസ്. US ആൻഡ് UK ആണ് കൂടുതലായിട്ട് സർവീസ് സെക്ടറിലുള്ളത്. ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടർ ഇസ് മോസ്റ്റ്ലി ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ്. ഓ, ഓക്കെ, ഇന്ത്യയിലാണ് കൺസ്ട്രക്ഷൻ സെക്ടേഴ്സ് കുറച്ച് കാരണം അത് നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്താണ് ഇന്ത്യൻ കൺസ്ട്രക്ഷൻസ് ചെയ്യുകയാണെന്നുള്ളത്. ഓ, ബിക്കോസ് ഇവിടുന്ന് പഠിച്ച് അത് എവിടെയും ചെയ്യാവുന്നതാണ്. ഓ, യെസ്, അങ്ങനെയാണോ പറയണേ? അതെ. ഇവിടുന്ന് അത് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, അതെന്താന്ന്? ഇവിടുത്തെ എല്ലാ കാര്യം ഭയങ്കര ഒന്നുകിൽ കുറേയൊക്കെ ഓർഗനൈസ്ഡ് ആണ്. പുറത്തൊക്കെ എന്നാൽ കുറേ പ്രോസസ് ഡ്രിവൺ ആണ്. എല്ലാത്തിനും ഒരു പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി പോകുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും. ഉം. ഡൊമൈൻ നോളജ് മറ്റുള്ളതിനെക്കാട്ടും കൂടുതൽ ഇന്ത്യയിലാണെന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. ഉഹും. ഓക്കെ, ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പം പറയുമ്പോഴും ആ ഡീറ്റെയിൽ ഓറിയൻറ്റ് നമുക്കിപ്പോൾ ഒരു കാര്യം വെറുതെ അപ്പായിട്ട് പറയുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ ഉം. ഐ ബിലീവ് ദാറ്റ് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആർ ലൈക്ക് ഇൻ ദാറ്റ് വെരി ഗുഡ്. ആൻഡ് ഐ സീൻ ദാറ്റ് ഓൾസോ. ഓ, ഓക്കെ, ആൻഡ് സ്പെഷ്യലി ഇൻ ദിസ് കൺസ്ട്രക്ഷൻ ഫീൽഡ്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഓക്കെ. ബിക്കോസ് ഇവിടെയുള്ള ടാലൻ്റ് ഒന്നും ലോകത്ത് ഇവിടെ ഐ ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഓക്കെ. ഓക്കെ. പിന്നെ ഈ കമ്പനിയുടെ ഇനിയിപ്പം നിങ്ങളുടെ ഇപ്പം ഇതാണ് നിങ്ങളുടെ ഒരു ഫംഗ്ഷനിങ് രീതി ഫ്രം ദ സ്റ്റാർട്ട്. 2 Yes. ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. Correct. സോ നിങ്ങളുടെ കമ്പനിയിൽ ഇനിയിപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ പല പല ഇതും എല്ലാം മാറിക്കൊണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. Yes. സോ നിങ്ങളുടെ നെക്സ്റ്റ് മൂവും കാര്യങ്ങളും അപ്പോൾ എന്തൊക്കെയായിരിക്കും? So ideally, one thing is basically we need to really do well in fintech. ഉം. ഫിൻടെക് ഡൊമൈൻ ആയിരിക്കും കുറച്ചും കൂടി ഇനി ഫോക്കസ്ഡ് ഉണ്ടാവുക. ആവണം. ഓക്കെ. ഓക്കെ, ഫോർ മൾട്ടിപ്പിൾ റീസൺസ്. ഉം. ബിക്കോസ് ഒന്നുള്ളത് ആ സെക്ടർ ഇപ്പം NBFC ആൻഡ് ഓൾ ഇസ് കമ്മിങ് ഓവർ. വി ഹാവ് എ ക്ലൈൻറ്റ് വിത്ത് NBFC, ഉം. റൈറ്റ്? സോ അത് കുറച്ചും കൂടിയും മാർക്കറ്റ് വിൽ മൂവ് എ ലോട്ട് ഇൻ ദാറ്റ് ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് സ്കോപ്പ് ഇൻ ദാറ്റ് ഓൾസോ. ഇപ്പൊ അതിങ്ങനെ ബൂം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ അതെ. ഒരു ഏരിയ. അതിനകത്ത് AI എന്ന് പറയുന്നൊരു ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട്. Okay, so we are working out it with that. I'm doing a little bit of research on like SEBIs and all, right? So what we can ideally do in there, പക്ഷെ ആ സെക്ടർ കുറച്ചും കൂടി നല്ലോണം മൂവ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം സിമ്പിളായിട്ടൊരു യൂസ് കേസ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്ത യൂസ് കേസാണ്. ഇപ്പം സിമ്പിളായിട്ട് ഇപ്പം കോപ്പറേറ്റീവ് ബാങ്ക്സ്, റൈറ്റ്? കോപ്പറേറ്റീവ് ബാങ്ക്സ് വിൽ ബി സ്ട്രഗ്ലിങ്. ഇപ്പോഴത്തെ ഒരു സെക്ടറിനെ നോക്കുകയാണെന്താ RBI റെഗുലേഷൻ പെട്ടെന്ന് വരുന്നു. ഓക്കെ, നമ്മൾ ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് കേപ്പബിൾ ആയിരിക്കും ചിലതൊക്കെ, പക്ഷേ അവർ പെട്ടെന്ന് റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനകത്തേക്ക് ഒരു സാധനം വരുന്ന സമയത്ത് നമ്മൾ അത്രയും മോഡുലേറ്റഡ് അത്രയും പ്രോസസ് ഡ്രിവൺ ആണോ എന്നുള്ളത് ലൈക്ക് ആൻഡ് ദർ ഇസ് എ സ്കോപ്പ് ഓഫ് ടെക്നോളജി ദർ, റൈറ്റ്? വി ക്യാൻ ഇംപ്ലാന്റ് എ ലോട്ട് ഓഫ് തിങ്സ് ദർ, റൈറ്റ്? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിൽ സെക്ടർ, റീറ്റെയിൽ ആൻഡ് യൂട്ടിലിറ്റി സെക്ടർ, ഈ രണ്ട് സെക്ടറിൻ്റെ അകത്തും സ്കോപ്പ് ഇസ് റിയലി ഹ്യൂജ്. Okay, utility sector natokka scope is like really huge and similar way to retail also. അപ്പോൾ സെക്കൻഡ് സെക്ടർ, റൈറ്റ്? അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ റീറ്റെയിൽ സെക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ പഴയ മൂവിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഈ നമുക്ക് അവശ്യ സാധനങ്ങളൊക്കെ എപ്പോഴും ലാസ്റ്റിൽ കൊണ്ടുവെക്കും. ഓക്കെ, നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ബോക്സ് എടുത്ത് നമ്മളെ കയ്യിലും തരും. ഇറ്റ്സ് എ മാർക്കറ്റിംഗ്, റൈറ്റ്?
നമ്മളെ ഈഗോ വർക്കൗട്ടാണ് അവിടെ ശരിക്കും. Yeah. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ വലിയൊരു 10 സാധനം കൊണ്ട് നമ്മൾ 10 സാധനം വെറുതെ വലിച്ചിടും. ഉം. സോ ദർ ഇസ് എ ചേഞ്ച്, ഉം. റൈറ്റ്? സോ ദിസ് ഇസ് ഹൗ ഇറ്റ് വിൽ വർക്ക് ഔട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ, ഉം. അല്ലെങ്കിൽ ആ പ്രൊമോഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ഇത് കസ്റ്റമർ ഡ്രിവൺ ആണ്. ഉം. ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമർ ഡ്രിവൺ ആണ്. കസ്റ്റമറിൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് ഈ മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഉം. സോ AI ലൈക്ക് ഇമെൻസ് പോസിബിലിറ്റീസ്, വെരി ഇമെൻസ് പോസിബിലിറ്റീസ് ഇസ് ദർ, റൈറ്റ്? ഇപ്പോൾ അവർക്ക് എല്ലാം പ്രശ്നമാണ് അവിടെ. ഇപ്പോൾ ഒരു ഷെൽഫ് മാനേജ്മെൻറ്റ് ഭയങ്കര പ്രോബ്ലമുള്ള കാര്യമാണ്. അവരുടെ ഷെൽഫ് ലൈഫ് പ്രോബ്ലമുള്ള കാര്യമാണ്. ഓക്കെ, ഇത് ഷെൽഫ് ലൈഫ് കുറയുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് എങ്ങനെ ക്ലബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, ഇഫ് കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് നമുക്ക് അതിനെ ക്ലബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ സെൽ ലൈക്ക് എനിത്തിങ്, ഉം. right? So possibilities are really huge there. Similar ways like utility sector also. So we'll be investing a lot on those two sectors. ഉം. Ideally 3 sectors: fintech, and then utilities, and then this thing, ഓക്കെ. retail sectors. അവിടെയും കൂടുതൽ ഈ വർഷത്തെ വിൽ ടാർഗറ്റ്. അങ്ങനെയാകുമ്പം ഇപ്പം സാർ പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഹെൽപ്പും ഉണ്ടെങ്കിൽ ഏതൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് ഒരാൾ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ബൂം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റും അല്ലേ? യെസ്, അതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആക്കാൻ ഇറ്റ്സ് മോർ ഈസി അല്ലേ? നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മതി ഒരു ന്യൂ ഐഡിയ. ആൻഡ് അതും പ്രത്യേകിച്ചും കോമൺ മാനും പബ്ലിക്കിനും അത്രയും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഐഡിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് എവിടെ പ്ലേസ് ചെയ്യണം, എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും യെസ്, അല്ലേ? ഇനി ഇപ്പം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഐഡിയാസോ അല്ലെങ്കിൽ കമ്പനീസോ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാ? we can directly give it like we can share the contact details and everything. ഓ, ഓക്കെ. They can reach out to us. Mm. The only thing which I want to tell to these companies and everything, right? So basically, AI എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, റൈറ്റ്, വി ഷുഡ് നോട്ട് സ്റ്റേ ബിഹൈൻഡ് ഇറ്റ്. Mm. ഓക്കെ, ഇത് രണ്ട് രീതിയിലാണ് പോവുക ശരിക്കും. ഇനി അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ദോസ് ഹു അഡാപ്റ്റ് ടു AI വിൽ ഗ്രോ ഫാസ്റ്റർ. അതല്ലെങ്കിൽ Obviously. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ലിറ്റിൽ ബിറ്റ് ടഫർ, Mm. റൈറ്റ്? സോ വി നീഡ് ടു സീ ദാറ്റ് ദർ ഇസ് എൻ അഡാപ്റ്റബിലിറ്റി ഇസ് ദർ. ഉം. ഓക്കെ, അതിന് ഇപ്പോൾ പുറത്ത് കാണുന്ന ഫിഗർ ഒന്നും ആയിരിക്കില്ല, അത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരില്ല. ഉം. ഓക്കെ, അത് പറയാൻ കാരണം ഞാൻ ജസ്റ്റ് ഒരു സെക്ടർ തന്നെ പറയാം. നേരത്തെ പറഞ്ഞ ഐറ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്ലാറ്റ്ഫോം നമ്മൾ പറഞ്ഞത്, ഒരുവിധ എല്ലാ സെക്ടറും കവർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ആൻഡ് വി ഗിവ് ഇറ്റ് ഫോർ ലൈക്ക് 100 rupees എ മന്ത് ഫോർ എ സ്റ്റുഡൻറ്റ്, റൈറ്റ്? അപ്പോൾ ഇതങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഒന്നല്ല AI ഇൻ്റഗ്രേറ്റ് എന്ന് പറയുന്നത്. ഓ. ഓക്കെ, the only thing is like how we approach it. ഉം. So the only thing is I'm not saying that you need to come. So ഉം. right, അങ്ങനെ ഇതൊരു സെയിൽ കോൺസെപ്റ്റ് ആയിട്ടൊന്നും കാണേണ്ടതിന് ഞാൻ പറയുന്നത്. ഓക്കെ, ഐറാസ്ട്രൈവിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുന്നുള്ള ക്ലെയിം ഒന്നും ഞാൻ പറയുന്നില്ല. There are a lot of people are doing this, right? There are a lot of talent is there, caliber is there, everyone is there, people around might be also doing this. The only thing is like, only request is at the earliest see that if there is a possibility that you can do this or not, okay, and then go with that. ഓക്കെ. Okay, and if you want to consult, we are always there. അപ്പം ഈവൻ ഇത് ചെറിയ കമ്പനി ആണെങ്കിലും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ Yes. വില്ലിംഗ് ആണ്. ഈ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള വലിയ കമ്പനി ആണെങ്കിലും നിങ്ങളുടെ അസോസിയേഷൻ അവിടെ Correct. ഉണ്ടാവും അല്ലേ? Yes. ഓക്കെ. അപ്പം എന്തായാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഐറാസ്ട്രൈവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരേ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. Okay. വൈ ഇൻ ചെന്നൈ? Okay, so one of the reason is like നമുക്ക് റീച്ചബിലിറ്റി കുറച്ചും കൂടി കൂടുതലായി. നമ്മുടെ ഇവിടെയും കേരളത്തിലും ഐ മീൻ ഇതിപ്പോൾ We 2 are ഇയേഴ്സ് അല്ലേ ആയുള്ളൂ നിങ്ങൾ സ്റ്റാർട്ട് yes, ചെയ്തിട്ട്. yes. ആ സമയത്തും ഈ ഒരു ഇതിനുള്ള ഓപ്പർച്യൂണിറ്റിയും സംഭവങ്ങളും നമ്മുടെ കേരളത്തിലും ഇറ്റ്സ് ഓൾറെഡി ദെയർ അല്ലേ? ഉണ്ടായിട്ടുണ്ടായിരുന്നു. So one is basically I am basically settled in Chennai. ഓ, That is ഓക്കെ. one of the reason, ആ, right? ഓക്കെ. Second reason is like എനിക്ക് അവിടുന്ന് ബാക്കിയുള്ള മാർക്കറ്റ് ഇറ്റ്സ് കുറച്ചും കൂടി കുറച്ചും ഈസിയാണ്. കൂടി ഈസിയാണ്. ആ, Okay, ഓക്കെ. that is only reason, right? ഉം. And we are literally trying to get into like കേരള സെക്ടേഴ്സ്. ആ, കാരണം നമ്മൾ ഗ്രോത്ത് പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഗ്രോത്ത് ആയിട്ടുള്ളത്. നമ്മൾ ആദ്യം ചെന്നൈയിലായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്, ബിക്കോസ് ചെന്നൈ ഹാസ് ലൈക്ക് നമ്മൾ റിസർച്ച് ചെയ്തിട്ടുള്ള ചെന്നൈയിലാണ്. ഓ, VITയിലായിരുന്നു നമ്മൾ ആദ്യത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത്. ഉം. സോ നമ്മളെ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. സോ ഉം. വി സെറ്റ് അപ്പ് ദ ഓഫീസ് ദർ. ഉം. ഓക്കെ, നോയിഡ സെക്ടേഴ്സ് ഓൾസോ സെയിം തിങ്, ഉം. റൈറ്റ്? നമുക്ക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ലാംഗ്വേജ് വൈസ് ആൻഡ് എവറിത്തിങ് ഇറ്റ് വാസ് ബെറ്റർ ടു ബി ഇൻ നോയിഡ, ഉം. ബിക്കോസ് അവിടെ കുറച്ചും കൂടി ഫിലിം ലൈക്ക് മീഡിയ സെക്ടേഴ്സ് ആൻഡ് ഓൾസ് ലൈക്ക് വെരി സ്ട്രോങ് ആർ ദർ. സോ വി ഡു ഇറ്റ്, റൈറ്റ്? ഓക്കെ. US നമ്മൾ അടുത്ത പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, right? So as soon as we start the project there, as soon as we get a client there, ഉം. we go to that sector also, we put up an office there, we registered it there, right? ഉം. Now the next is like Kerala. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 3-4 കോളേജായിട്ട് നമ്മൾ ഓൾറെഡി ടൈഡ് അപ്പ് ആണ്. നമ്മൾ ഇറ്റ്സ് ലൈക്ക് MOU has been signed and then Yeah. like operations going on.
hopefully like next couple of months we'll be in Yeah. here also, like we'll scale it up here. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്പനികൾ എവിടെയാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും ഐറാസ്ട്രൈവ് അവിടെ റെഡിയാണ് Yes. അല്ലേ? അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം മനസ്സിലാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ യുവർ ടൈം. Thank you.